ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് ലെറ്റ്സ് മൂവ് ടു ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. അത്യാവശ്യം സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്റർ ആട്ടോ, അത് ഭയങ്കര രസകരമായുള്ള ചാപ്റ്ററാണ്. ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ സ്ട്രക്ചറും അതിൻ്റെ ഫംഗ്ഷനുമാണ്. ആൻഡ് ഗൈസ് ലുക്ക് വാട്ട് ഗെറ്റ്സ് മെഷേർഡ് ഗെറ്റ്സ് ഇംപ്രൂവ്ഡ് അല്ലേ? വാട്ട് ഇസ് ദാറ്റ്? ഇടയ്ക്കൊരു മോട്ടിവേഷനൊക്കെ വേണ്ടേ? നമ്മളെപ്പോഴും ഇമ്പ്രൂവ് ആവും. നമ്മളെ ഇടയ്ക്കിടയ്ക്ക് സെൽഫായിട്ട് നമ്മളെ മെഷർ ചെയ്യാൻ പറ്റും. നമ്മൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ട്, നമ്മളെ ലൈഫ് എത്രത്തോളം. ഞാൻ ഇപ്പോൾ ചിന്തിക്കുന്ന ഒരു കാര്യം കേട്ടോ, എപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്കെങ്കിലും ഞാൻ നോക്കാറുണ്ട്, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രൊഡക്റ്റീവായിട്ടാണ് വർക്ക് ചെയ്തത്. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങൾ ഇന്നലെ ഞാൻ എപ്പോൾ പറഞ്ഞ സെയിം ഡയലോഗ് തന്നെയാണ്, ബട്ട് ദാറ്റ് ഇസ് ദ മോസ്റ്റ് റെലവൻറ്റ് തിങ് ഇൻ അവർ ലൈഫ്. ഓക്കെ, നമ്മൾ ഇന്നലെ കുറേ ഇരുന്ന് TV കണ്ടിട്ടുണ്ടാവും, ഇന്നലെ കുറേ വർത്താനം പറഞ്ഞു, ഇന്നലെ കുറേ സിനിമ കണ്ടു, ഇന്നലെ വാട്ട് എവർ തിങ്സ് യു ഹാവ് ഡിഡ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇന്ന് സമാധാനവും ഹാപ്പിനെസ്സും കിട്ടൂല അല്ലേ? ഞാൻ എപ്പം പറയുന്ന കാര്യമാണ്. നമുക്ക് എപ്പോൾ നമ്മൾ ഇന്നലെ നമ്മുടെ ലൈഫിനെ ഇമ്പ്രൂവ് ആക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് മേക്ക് us ടുഡേ ഓൾസോ. ഇന്നും നമ്മളെ ഹാപ്പി ആക്കും, നാളെയും ഹാപ്പി ആക്കും, മറ്റന്നാളും ഹാപ്പി ആക്കും അല്ലേ? എവറി ഡേ വിൽ ബി ഹാപ്പി. സോ അറ്റ് എവറി മൊമെൻറ്റ് ഓഫ് യുവർ ലൈഫ് നമ്മൾ ആലോചിക്കണം, നമ്മൾ തിരിഞ്ഞു നിന്ന് നമ്മളെ മെഷർ ചെയ്തുകൊണ്ടേയിരിക്കണം. നമ്മൾ എത്രത്തോളം നമ്മുടെ ലൈഫിനെ ഇമ്പ്രൂവ് ആക്കുന്ന കാര്യങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്, നമ്മൾ എത്രത്തോളം നമ്മുടെ ലൈഫിനെ മുന്നോട്ട് നയിക്കുന്ന കാര്യങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്. ആൻഡ് ഐ ആം സോ ഹാപ്പി യു പീപ്പിൾ ആർ ഹിയർ, യു പീപ്പിൾ ആർ വാച്ചിങ് ക്ലാസ്, യു പീപ്പിൾ ആർ റിയലി റെസ്പോണ്ടിങ് ടു മൈ ക്ലാസ്. 10 കുട്ടികളാണല്ലോ, എന്നെ സംബന്ധിച്ചിടത്തോളം 10,000 കുട്ടികൾ ഇങ്ങനെ ലൈവിൽ നിറഞ്ഞു കിടന്നൊന്നുമില്ല. 10 കുട്ടികളാണെങ്കിലും നിങ്ങൾക്ക് അതുകൊണ്ട് ഉപകാരം ഉണ്ടാകുന്നത്, ദാറ്റ്സ് മൈ ബിഗ്ഗസ്റ്റ് ഹാപ്പിനെസ്. ഓക്കെ റൈറ്റ്, സോ ഐ എം ഹാപ്പി ഫോർ യു. ഫൈൻ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. എടാ അനുരാജ് ഇതിലൊരു മിറാസൊക്കെ ഉണ്ട്, അവനെ പെട്ടെന്ന് ബ്ലോക്ക് ചെയ്ത് പിടിച്ചിട്ട് അവന് മമ്മ ഡാഡ് ടു ബ്രോ ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്, അവനെ പെട്ടെന്ന് ബ്ലോക്ക് ഹൈഡ് യൂസർ ഓൺ ദിസ് ചാനൽ. ഓക്കെ, അവന് ഞാൻ തന്നെ ബ്ലോക്ക് ചെയ്യാം. മിറാസിൻ്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് സാറാ? പൊന്നു സാറാ, മിറാസിൻ്റെ വീട്ടിൽ ആരുണ്ടെന്ന് പറഞ്ഞാൽ എനിക്കെന്താ പ്രശ്നം? പിടിച്ച് ഞാൻ ബ്ലോക്ക് ചെയ്യും. ഇവിടെ എൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. ഇപ്പോഴത്തേക്ക് വന്നേക്കാം, ഉച്ചയായപ്പോൾ വീട്ടിലേക്ക് ഫുഡ് കഴിക്കാൻ വന്നതാവും അല്ലേ? ഇത് തുടങ്ങി. ഇതെല്ലാം +2 കുട്ടികളൊന്നുമല്ല, ഇത് എവിടെയോ പണിക്ക് പോയവരിപ്പോൾ ഫുഡ് കഴിക്കാൻ ഉച്ചയായപ്പോൾ വീട്ടിൽ ഇറങ്ങിയതാ. അന്നേരം വന്ന് പിള്ളേർ ഇവിടെ പെൺപിള്ളേരെ കാണുമ്പോഴത്തേക്ക് ഇവന്മാരെ അങ്ങോട്ട് തുടങ്ങും ചാറ്റ്. സോ കം ഹിയർ ഗൈസ്. സോ ഗൈസ് ലുക്ക്, ഇതിനകത്ത് നമുക്ക് മെയിൻലി പഠിക്കാനുള്ളത് മെക്കാനിസം ഓഫ് ബ്രീത്തിങ് ആണ്. നമ്മുടെ ബ്രീത്തിങ്ങിൻ്റെ മെക്കാനിസം റെഡി അല്ലേ? റെഡി ആണെങ്കിൽ എല്ലാവരും കുറച്ച് ലവ് സിമ്പിൾ ഇട്ടേ മക്കളെ. ലെറ്റ് സ്റ്റാർട്ട്. ഐ എം റിയലി സോറി കേട്ടോ, ഒത്തിരി ഇവിടെ ലേറ്റ് ആയി പോയി അല്ലേ? ഹലോ, കുറച്ച് ലവ് സിമ്പിൾ ഇട്ടാൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ബിൻഷ, വിജയ്, ആയിഷ, ജബ്ബാർ, നിധി. ഓക്കെ സെറ്റ്. ഓക്കെടാ, ആദ്യ ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത് മെക്കാനിസം ഓഫ് ബ്രീത്തിങ്. നമ്മുടെ ബ്രീത്തിങ്ങിൻ്റെ മെക്കാനിസം എങ്ങനെയാണ് നോക്കൂ. ബ്രീത്തിങ്ങിൽ 2 സ്റ്റെപ്പാണ് ഉള്ളത്. ഒന്ന്, നമ്മൾ എയറിനെ ഉള്ളിലേക്ക് എടുക്കുന്നു, ദാറ്റ് ഈസ് ഇൻസ്പിരേഷൻ. എന്താണ് ഇൻസ്പിരേഷൻ? പിന്നെ എയറിനെ പുറത്തോട്ട് വിടുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എക്സ്പിരേഷൻ. സോ 2 സ്റ്റെപ്പിലാണ് നമ്മുടെ ബ്രീത്തിങ് നടക്കുന്നത് അല്ലേ? ഇൻസ്പിരേഷൻ ആൻഡ് എക്സ്പിരേഷൻ. ഇത് ഭയങ്കര ഈസി ആട്ടോ. എയറിൻ്റെ സ്വഭാവം എന്താണെന്നറിയോ? എപ്പോഴും പ്രഷർ കൂടിയെടുത്തുനിന്ന് പ്രഷർ കുറഞ്ഞിടത്തേക്ക് സഞ്ചരിക്കും. എന്താണ് എയറിൻ്റെ സ്വഭാവം? എപ്പോഴും എങ്ങനെയാണ്? പ്രഷർ കൂടിയെടുത്തുനിന്ന് പ്രഷർ കുറഞ്ഞിടത്തേക്ക് സഞ്ചരിക്കും. അപ്പോൾ നമുക്ക് ഇൻസ്പിരേഷൻ നടത്തണമെങ്കിൽ എയർ നമ്മുടെ ബോഡിയുടെ ഉള്ളിലേക്ക്, നമ്മുടെ ലങ്ങിൻ്റെ ഉള്ളിലേക്ക് എയർ കയറണ്ടേ? അപ്പോൾ അതിന് നമ്മൾ ചെയ്യുക, ലങ്ങിൻ്റെ ഉള്ളിലെ പ്രഷർ അന്തരീക്ഷത്തിലെ പ്രഷറിനേക്കാൾ കുറക്കും. അപ്പോൾ എയറിൻ്റെ ഉള്ളിലേക്ക് ലങ് കയറും, ദാറ്റ് ഈസ് ഇൻസ്പിരേഷൻ. ഇനി എക്സ്പിരേഷനോ, ലങ്ങിൽ നിന്ന് പുറത്തോട്ടാണ് പോകേണ്ടത്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ലങ്ങിൻ്റെ ഉള്ളിലെ പ്രഷർ അന്തരീക്ഷത്തെക്കാൾ കൂട്ടും, അപ്പോൾ എയർ പുറത്തോട്ട് പോകും. അത്രയേ ഉള്ളൂ. ക്ലിയർ അല്ലേ? ദാറ്റ്സ് ഇറ്റ്. സോ ഹൗ ഇൻസ്പിരേഷൻ ടേക്സ് പ്ലേസ്? വെൻ പ്രഷർ ഇൻസൈഡ് ലങ്, ലങ്ങിൻ്റെ ഉള്ളിലെ പ്രഷറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻട്രാ പൾമണറി പ്രഷർ. എന്താ വിളിക്കുക? ഇൻട്രാ പൾമണറി പ്രഷർ. ഇൻട്രാ പൾമണറി പ്രഷർ എന്ന് പറഞ്ഞാൽ പ്രഷർ ഇൻസൈഡ് ലങ്. സോ വെൻ ഇൻട്രാ പൾമണറി പ്രഷർ മോർ ദാൻ അറ്റ്മോസ്ഫിയറിക് പ്രഷർ, അന്തരീക്ഷത്തിലെ പ്രഷറിനേക്കാൾ ലങ്ങിൻ്റെ ഉള്ളിലെ പ്രഷർ കൂടിക്കഴിഞ്ഞാൽ എയർ പുറത്തോട്ട് പോകും. വെൻ ഇൻട്രാ പൾമണറി പ്രഷർ ഈസ് ലെസ് ദാൻ അറ്റ്മോസ്ഫിയറിക് പ്രഷർ, എയർ ലങ്ങിലേക്ക് കയറും. അപ്പോൾ ഇനി നമ്മൾ അങ്ങനെയാണ് നമ്മുടെ ഇൻസ്പിരേഷൻ എക്സ്പിരേഷൻ നടത്തുന്നത്. ഇനി അടുത്തൊരു ചോദ്യം, എങ്ങനെയാണ് നമ്മൾ ലങ്ങിൻ്റെ ഉള്ളിലെ പ്രഷർ കുറയ്ക്കുക? കുറക്കുമ്പോഴാണ് എയർ ലങ്ങിലേക്ക് കയറുന്നത്. എങ്ങനെ ലങ്ങിൻ്റെ ഉള്ളിലെ പ്രഷർ കുറക്കാം? അതിനാണ് നിങ്ങൾ 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും ബോയിൽസ് ലോ. ബോയിൽസ് ലോ എന്താ പറയുന്നത് എന്നറിയോ? ഒരു വസ്തുവിൻ്റെ വോളിയം കൂടിക്കഴിഞ്ഞാൽ ആ വസ്തുവിൻ്റെ ഉള്ളിലെ പ്രഷർ കുറയും. എന്താണ്? ഒരു വസ്തുവിൻ്റെ വോളിയം കൂടിയാൽ അതിനകത്തെ പ്രഷർ കുറയും. അതാണ് ബോയിൽസ് ലോ പറയുന്നത്. അപ്പോൾ ലങ്ങിൻ്റെ വോളിയം നമ്മൾ അങ്ങോട്ട് കൂട്ടും, അപ്പോൾ ലങ്ങിൻ്റെ ഉള്ളിലെ പ്രഷർ കുറയും, അന്തരീക്ഷത്തെക്കാൾ കുറയും. അപ്പോൾ അന്തരീക്ഷത്തിൽ കൂടുതൽ, ലങ്ങിൽ കുറവ്, അപ്പോൾ അന്തരീക്ഷത്തിൽ നിന്ന് ഉള്ളിലേക്ക് കയറും. ക്ലിയർ അല്ലേ? അപ്പോൾ ലങ്ങിനെ നമ്മൾ വലുതാക്കും ബോയിൽസ് ലോ പ്രകാരം. സോ വെൻ ലങ് സൈസ് ഇൻക്രീസസ്, ഇൻട്രാ പൾമണറി പ്രഷർ ഡിക്രീസസ്, ദെൻ എയർ എൻ്റർ ദ ലങ്. വെൻ ലങ് സൈസ് ഡിക്രീസസ്, ഇൻട്രാ പൾമണറി പ്രഷർ കൂടും, അപ്പോൾ എയർ ലീവ്സ് ദ ലങ്, ലങ്ങിനെ പുറത്തോട്ട് പോകും. സോ ദാറ്റ് ഈസ് എക്സ്പിരേഷൻ. ക്ലിയർ അല്ലേ? ഇത്രയേ ഉള്ളതാണ് ഇതിൻ്റെ മെക്കാനിസം. ഇത് പരീക്ഷയ്ക്ക് 2 മാർക്ക് ചോദ്യമാണ്. നോക്കൂ,
സോ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഇൻസ്പിരേഷൻ. അപ്പോൾ നമ്മൾ ലങ്ങിൻ്റെ വോളിയം കൂട്ടുമ്പോഴാണ് ലങ്ങിൻ്റെ ഉള്ളിലെ പ്രഷർ കുറയുകയും എയർ ഉള്ളിലേക്ക് കയറുകയും ചെയ്ത് ദാറ്റ് ഈസ് ഇൻസ്പിരേഷൻ. എങ്ങനെയാണ് നമ്മൾ ലങ്ങിൻ്റെ വോളിയം കൂട്ടുക? ശ്രദ്ധിച്ചോ, നമ്മുടെ ലങ് ഇരിക്കുന്നത് തൊറാസിക് ക്യാവിറ്റിയിലാണ്, അല്ലെങ്കിൽ തൊറാക്സിലാണ്. ഇതാണ് തൊറാസിക് ക്യാവിറ്റി. ഇതിൻ്റെ ഉള്ളിലുള്ള സ്പേസിനെ വിളിക്കുന്ന പേരാണ് തൊറാസിക് ക്യാവിറ്റി. നമ്മൾ ഈ തൊറാസിക് ക്യാവിറ്റിയുടെ വലിപ്പം കൂട്ടുക, അതിന് ചില മസിൽസ് നമ്മളെ സഹായിക്കും. അങ്ങനെ ആ മസിൽസിൻ്റെ സഹായത്തോടെ തൊറാസിക് ക്യാവിറ്റിയുടെ വലിപ്പം നമ്മൾ കൂട്ടുമ്പോൾ ഉള്ളിലുള്ള ലങ്ങിൻ്റെ വലിപ്പവും കൂടും. അപ്പോഴാണ് ലങ്ങിൻ്റെ ഉള്ളിൽ പ്രഷർ കുറയുകയും ലങ്ങിലേക്ക് എയർ കയറുകയും ചെയ്യുക. അപ്പോൾ ആ മസിൽസിനെ പറ്റിയാണ് ഈ പറയുന്നത്. കൊൺട്രാക്ഷൻ ഓഫ് രണ്ട് മസിൽസ് കോൺട്രാക്റ്റ് ആവുന്നുണ്ട്. ഒന്ന് ഡയഫ്രം എന്ന് പറയുന്ന മസിൽ, രണ്ട് ഇന്റർകോസ്റ്റൽ മസിൽസ്. ഡയഫ്രവും ഇന്റർകോസ്റ്റൽ മസിലും കോൺട്രാക്റ്റഡ് ആവും. ഇവിടെയുള്ള ചില മസിൽസ് ആണ്. ഓക്കെ, ഡയഫ്രം എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ ഈ ഉള്ളിലുള്ളൊരു മസിലാണ്. ഇവിടെ നീഡിറ്റ് എവിടെ നിന്നൊന്നും ഇപ്പോൾ പഠിക്കേണ്ട. രണ്ട് മസിലുകൾ കോൺട്രാക്റ്റ് ആവുന്നു. അവർക്ക് ഡയഫ്രം ആൻഡ് ഇന്റർകോസ്റ്റൽ മസിൽ അവർ കോൺട്രാക്റ്റഡ് ആവുന്നു. കോൺട്രാക്ഷൻ ഓഫ് ഡയഫ്രം ആൻഡ് ഇന്റർകോസ്റ്റൽ മസിൽ. കോൺട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ മസിൽ വർക്ക് ചെയ്യുക. ഓക്കെ, അത്ര മനസ്സിലാക്കിയാൽ മതി. അങ്ങനെ അവർ കോൺട്രാക്റ്റഡ് ആകുമ്പോൾ നമ്മുടെ തൊറാസിക് വോളിയം കൂടുന്നു, തൊറാസിക് ക്യാവിറ്റിയുടെ വോളിയം കൂടുന്നു. അതാണ് തൊറാസിക് വോളിയം. അപ്പോൾ ലങ് വോളിയം ഓൾസോ ഇൻക്രീസസ്. ലങ് വോളിയം കൂടുമ്പോൾ ബോയിൽസ് ലോ പ്രകാരം ഇൻട്രാ പൾമണറി പ്രഷർ ഡിക്രീസസ്. അപ്പോൾ എയർ എൻ്റർ ദ ലങ്. ദാറ്റ് ഈസ് കോൾഡ് ഇൻസ്പിരേഷൻ. പഠിച്ചില്ലേ? സിമ്പിൾ. ദാറ്റ്സ് ഓൾ. സിമ്പിൾ അല്ലേ? ഇനി എക്സ്പിരേഷനോ? ഇതിന് നേരെ ഓപ്പോസിറ്റ്. ഇവർ കോൺട്രാക്ഷൻ നടക്കുമ്പോൾ തൊറാസിക് വോളിയം കൂടുക ചെയ്യുന്നത് അല്ലേ? ഈ മസിലുകൾ കോൺട്രാക്റ്റഡ് ആകുമ്പോൾ തൊറാക്സിന്റെ വോളിയം കൂടുകയാണ്. മസിൽ കോൺട്രാക്റ്റഡ് ആവുക എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് ആണ് മസിൽ റിലാക്സ്ഡ് ആവുക എന്നുള്ളത്. അപ്പോൾ ഇനി ഈ മസിൽ റിലാക്സ്ഡ് ആവുക. അപ്പോൾ ആദ്യം മസിൽ കോൺട്രാക്റ്റഡ് ആവും, അപ്പോൾ തൊറാക്സിന്റെ വോളിയം കൂടും, അപ്പോൾ ലങ് വോളിയം കൂടും, എയർ ഉള്ളിലേക്ക് കയറും. ഇനി റിലാക്സ് ആയ മസിൽ കുറച്ച് കഴിയുമ്പോൾ കൺട്രാക്റ്റ് ആയ മസിൽ കുറച്ച് കഴിയുമ്പോൾ റിലാക്സ് ആകും. അതാണ് റിലാക്സേഷൻ ഓഫ് ഡയഫ്രം ആൻഡ് ഇന്റർകോസ്റ്റൽ മസിൽ. ഇന്റർകോസ്റ്റൽ മസിലും ഡയഫ്രവും റിലാക്സ് ആകും. അപ്പോൾ തൊറാസിക് വോളിയം കുറയും, തൊറാസിക് വോളിയം ഡിക്രീസസ്. തൊറാസിക് വോളിയം ഡിക്രീസ് ആകുമ്പോൾ ലങ് വോളിയം ഓൾസോ ഡിക്രീസസ്. ലങ് വോളിയവും കുറയും. ലങ്ങിന്റെ വോളിയം കുറഞ്ഞാൽ അറിയാലോ, ഇൻട്രാ പൾമണറി പ്രഷർ കൂടും അല്ലെ? വോളിയം കുറഞ്ഞാൽ പ്രഷർ കൂടും. അപ്പോൾ എയർ ലീവ്സ് ദ ലങ്. ലങ്ങിന്റെ പ്രഷർ കൂടിയാൽ കൂടുതലുള്ള ലങ്ങിൽ നിന്ന് പുറത്തോട്ട് എയർ പോകും. ദാറ്റ് ഈസ് എക്സ്പിരേഷൻ. ദാറ്റ്സ് ഇറ്റ്. വെരി സിമ്പിൾ. ഇൻസ്പിരേഷൻ 2 മാർക്ക് ചോദ്യമാണ്. വളരെ സിമ്പിൾ. ഡിസ്ക്രൈബ് ദ റോൾ ഓഫ് ഡയഫ്രം ആൻഡ് ഇന്റർകോസ്റ്റൽ മസിൽ ഇൻ ബ്രീതിങ്. 3 മാർക്ക് ചോദ്യം. 2022 3 മാർക്കിന് ചോദിച്ച ചോദ്യമാണിത്. ഇതൊരു ഇംപ്രൂവ്മെന്റിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ഈ പോയിന്റ്സ്, ഈ 2 പോയിന്റ്സ് ഇതുപോലെ അങ്ങോട്ട് ഫ്ലോ ചാർട്ട് പോലെ എഴുതിയിട്ട് ഈ കാര്യം പറഞ്ഞാൽ യു വിൽ ഗെറ്റ് 3 മാർക്ക് അല്ലേ? ഇതൊരു 2 മാർക്ക് ചോദ്യം. ഇൻസ്പിരേഷനും എക്സ്പിരേഷനും തമ്മിലുള്ള വ്യത്യാസം 2 മാർക്ക്. 2 മാർക്കിനായാലും ഇത് മൊത്തം എഴുതിക്കോ. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന കുട്ടികളെ റെസ്പിറേറ്ററി വോളിയംസ് ആൻഡ് കപ്പാസിറ്റീസ് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. റെസ്പിറേറ്ററി വോളിയംസ് ആൻഡ് കപ്പാസിറ്റീസ് എന്ന് പറഞ്ഞാൽ നന്നായി ശ്രദ്ധിച്ചോ. നമ്മൾ ഓരോ തവണയും ഇങ്ങനെ ബ്രീത്തിനും ബ്രീത്ത് ഔട്ടും ചെയ്യുമ്പോൾ എത്ര എയർ ഉള്ളിലേക്ക് എടുക്കുന്നുണ്ട്, എത്ര എയർ പുറത്തോട്ട് വിടുന്നുണ്ട്, ആ വോളിയങ്ങളൊക്കെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അതിന് നമ്മൾ പറഞ്ഞ പേരാണ് സ്പൈറോമെട്രി. ആ മെഷീനെ, അത് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെഷീനെ വിളിക്കുന്ന പേരാണ് സ്പൈറോമീറ്റർ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. സ്പൈറോമെട്രി എന്താണെന്നും ചോദിക്കൂല. അതൊരു പ്രോസസ്സാണ്. നമ്മൾ അവിടെ മെഷർ ചെയ്യുന്നത് ഇങ്ങനെ ബ്രീത്ത് ചെയ്യുമ്പോൾ ഉള്ളിലേക്കും പുറത്തേക്കും ഒക്കെ എത്ര എയർ എടുക്കുന്നുണ്ട് വിടുന്നുണ്ട് എന്നൊക്കെയുള്ള കാര്യമാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. നന്നായി ശ്രദ്ധിച്ചോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പഠിക്കുന്നത് റെസ്പിറേറ്ററി വോളിയംസ് ആൻഡ് കപ്പാസിറ്റീസ് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. നന്നായി ശ്രദ്ധിക്കുക. സാധാരണഗതി നമ്മുടെ ലങ് എങ്ങനെ പ്രവർത്തിക്കുക എന്നറിയാം. നമ്മുടെ ലങ്ങിൻ്റെ ഉള്ളിൽ എപ്പോഴും കുറച്ച് എയർ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എപ്പോഴും നിങ്ങളിപ്പോൾ സാധാരണ നോക്കൂ, ബ്രീത്ത് ഇൻ ചെയ്തു, ബ്രീത്ത് ഔട്ട് ചെയ്തു, ബ്രീത്ത് ഇൻ ചെയ്തു, ബ്രീത്ത് ഔട്ട് ചെയ്തു. ആ സമയത്ത് ശരിക്കും സംഭവിക്കുന്നത് എന്താണെന്നറിയോ? നിങ്ങളുടെ ലങ് ഇത്ര വലിപ്പമുണ്ട് നിങ്ങൾ വിചാരിക്കുക. നിങ്ങൾ ഓരോ തവണയും ബ്രീത്ത് ഇൻ ചെയ്യുമ്പോൾ 500 ml എയർ ഉള്ളിലേക്ക് എടുക്കും. സീരിയസ്ലി 500 ml ഉള്ളിലേക്ക് എടുക്കും. എന്നിട്ട് ലങ് കുറച്ചൊന്ന് വലുതാകും. എക്സ്പയർ ചെയ്യുമ്പോൾ ആ 500 ml, ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ എക്സ്പയർ ചെയ്യുമ്പോൾ ആ 500 ml പുറത്തോട്ടും പോകും. ഇതാണ് യൂഷ്വലി സംഭവിക്കുന്നത്. ഇൻസ്പയർ ചെയ്യുമ്പോൾ 500 എടുക്കുന്നു, പുറത്തോട്ട് 500 വിടുന്നു. So this volume of air, this is called tidal volume. ഈ വോളിയത്തെയാണ് എന്ത് വിളിക്കുക? ടൈഡൽ വോളിയം. So what is tidal volume? The volume of air that enter the lung or leave the lung during normal respiration or normal breathing. നോർമൽ ബ്രീത്തിങ്ങിന്റെ സമയത്ത് ഉള്ളിലേക്ക് കയറുകയോ പുറത്തേക്ക് ഇറങ്ങുകയോ ചെയ്യുന്ന എയറിന്റെ വോളിയത്തെയാണ് ടൈഡൽ വോളിയം എന്ന് വിളിക്കുക. വെരി സിമ്പിൾ അല്ലേ? So what is tidal volume? The volume of air that enter the lung or leave the lung during normal respiration അല്ലെങ്കിൽ during normal breathing. That is called tidal volume. നമ്മൾ പോലും അറിയാതെ ഈ ബ്രീത്ത് ചെയ്യുന്നില്ലേ? 500 എടുക്കുന്നു, 500 വിടുന്നു, 500 എടുക്കുന്നു, 500 വിടുന്നു. ക്ലിയർ അല്ലേ? വാട്ട് ഈസ് ടൈഡൽ വോളിയം? ദ വോളിയം ഓഫ് എയർ ദാറ്റ് എൻ്റർ ഓർ ലീവ് ദ ലങ് ഡ്യൂറിങ് നോർമൽ റെസ്പിറേഷൻ. സോ ദാറ്റ് ഈസ് കോൾഡ് ടൈഡൽ വോളിയം. ടൈഡൽ വോളിയത്തിന്റെ അളവ് എത്രയാ? 500 ml. ക്ലിയർ അല്ലേ? ദാറ്റ്സ് ഇറ്റ്. സിമ്പിൾ. ഇനി ഞങ്ങൾ മറ്റൊരു വോളിയം പഠിപ്പിക്കാം. നോക്ക്, ഞാൻ സാധാരണഗതിയിൽ ടൈഡൽ വോളിയം ഉള്ളിലേക്ക് എടുത്തു. നിങ്ങളെല്ലാവരും എടുത്തേ. ടൈഡൽ വോളിയം എടുത്തു, പുറത്തോട്ട് വിട്ടേ, ടൈഡൽ വിട്ടു, 500 വിട്ടു. ഇനി വീണ്ടും ടൈഡൽ വോളിയം എടുത്തു അല്ലേ? ഇനി ഈ ടൈഡൽ വോളിയത്തിന് പുറമെ നമുക്ക്
വീണ്ടും ഉള്ളിലേക്ക് ഫോഴ്സ് ഉപയോഗിച്ച് ഒരുപാട് വലിച്ചു കയറ്റാൻ പറ്റും. ഒന്ന് ശ്രമിച്ചു നോക്ക്. ടൈഡൽ വോളിയത്തിന് പുറമെ ഫോഴ്സ് ഉപയോഗിച്ച് നിങ്ങൾക്ക് വീണ്ടും ഉള്ളിലേക്ക് കുറേ വലിച്ചു കയറ്റാൻ പറ്റും. ഇങ്ങനെ ഒരുപാട് വലിച്ചു കയറ്റാൻ പറ്റും. അപ്പോൾ നിങ്ങളെ ലെങ് നന്നായി വലുതാവും അല്ലേ, നല്ല വലുതാകും. കണ്ടോ, നന്നായി വലുതാകും. സോ ദിസ് വോളിയം ഓഫ് എയർ, ടൈഡൽ വോളിയത്തിന് പുറമെ, അതിന് ഇംഗ്ലീഷിൽ അഡീഷണൽ എന്നാ പറയുക. ഒരു സാധനത്തിന് പുറമേ എന്നുള്ളതിന് ഇംഗ്ലീഷിൽ പറയുന്ന ടേമാണ് അഡീഷണൽ. സോ ദ അഡീഷണൽ വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ഇൻസ്പയർ ബൈ ഫോഴ്സ്. കണ്ടോ, ഫോഴ്സ് ഉപയോഗിച്ച് ടൈഡൽ വോളിയത്തിന് പുറമെ ഒരാൾക്ക് എത്ര ഇൻസ്പയർ ചെയ്യാൻ പറ്റും? ആ വോളിയം ഓഫ് എയർ ഏകദേശം നിങ്ങൾക്ക് 2500 മുതൽ 3000 ml എയർ അങ്ങനെ എടുക്കാൻ പറ്റും ഒരു പ്രായമായ അഡൽട്ടിന്. ഇപ്പം എനിക്കൊക്കെ അത്ര പറ്റും. സോ ദാറ്റ് ഈസ് കോൾഡ് ഇൻസ്പിരേറ്ററി റിസർവ് വോളിയം. എന്താ ഇതിനെ വിളിക്കുക? ഇൻസ്പിരേറ്ററി റിസർവ് വോളിയം. അപ്പോൾ എന്താ ഇൻസ്പിരേറ്ററി റിസർവ് വോളിയം? ദ അഡീഷണൽ വോളിയം എ പേഴ്സൺ ക്യാൻ ഇൻസ്പയർ ബൈ ഫോഴ്സ്ഫുൾ ഇൻസ്പിരേഷൻ. ക്ലിയർ ആണെന്ന് പറഞ്ഞു നോക്ക്. ദ അഡീഷണൽ വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ഇൻസ്പയർ ബൈ ഫോഴ്സ്ഫുൾ ഇൻസ്പിരേഷൻ, ദാറ്റ് ഈസ് 2500 to 3000 ml. അതാണ് ഇൻസ്പിരേറ്ററി റിസർവ് വോളിയം, IRV. സെറ്റാണോ? സെറ്റാണെങ്കിൽ റെഡി ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേ. വളരെ ഈസി ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്, വളരെ ഈസി ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. റെഡി ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യടോ പ്ലീസ്, പ്ലീസ് എവരിബഡി. റെഡിയാണോ? റെഡിയാണോ? കൺഫ്യൂഷൻ ആകുന്നോ? ഇതോ അംജദ്, പൊന്ന അംജദ്, ഇത് അംജദ് 500 എടുക്കുന്നു, 500 പുറത്തോട്ട് ഇടുന്നു. ഇനി എന്താ അടുത്ത്? 500 അംജദ് എടുത്തോ, അത് ടൈഡൽ വോളിയം. അതിന് പുറമെ നല്ല ഫോഴ്സ് ഉപയോഗിച്ച് ഉള്ളിൽ കുറേ എടുക്കാൻ പറ്റും. അതിനെയാണ് ഇൻസ്പിരേറ്ററി റിസർവ് വോളിയം എന്ന് പറയുക. ക്ലിയർ അല്ലേ കുട്ടികളെ? ഓക്കെ. സോ ദ അഡീഷണൽ വോളിയം, ടൈഡലിന് പുറമെ ദ അഡീഷണൽ വോളിയം ദാറ്റ് എ പേഴ്സൺ ക്യാൻ ഇൻസ്പയർ ബൈ ഫോഴ്സ്ഫുൾ ഇൻസ്പിരേഷൻ. ഫോഴ്സ് ഉപയോഗിച്ച് ഒരാൾക്ക് അഡീഷണലി എടുക്കാൻ പറ്റുന്നതിനാണ് എന്ത് വിളിക്കുക? ഇൻസ്പിരേറ്ററി റിസർവ് വോളിയം എന്ന് വിളിക്കുക. സോ ദിസ് ഈസ് യുവർ IRV. ക്ലിയർ ആണോ? ദാറ്റ്സ് ഇറ്റ്. ഇനി അടുത്ത കുട്ടികളെ, നിങ്ങൾ എല്ലാവരും നോർമലി ഇൻസ്പയർ ചെയ്തേ. 500 ml ഉള്ളിലേക്ക് എടുത്തു, നോർമലി എക്സ്പയർ ചെയ്തേ, 500 പുറത്തോട്ട് വിട്ടു. വീണ്ടും 500 ഉള്ളിലേക്ക് എടുത്തു, വീണ്ടും 500 പുറത്തോട്ട് വിട്ടു അല്ലേ? ഇനി ശ്രദ്ധിക്കുക, വീണ്ടും 500 ഉള്ളിലേക്ക് എടുത്തേ, 500 എടുത്തു, 500 ടൈഡൽ വോളിയം പുറത്തോട്ട് വിട്ടു അല്ലേ? ഇനി ടൈഡൽ വോളിയം പുറത്തോട്ട് വിട്ടേ, സിമ്പിൾ ആയിട്ട് ഒന്നുകൂടെ 500 എടുത്തു, 500 പുറത്തോട്ട് വിട്ടു. അത് കഴിഞ്ഞിട്ട് വീണ്ടും നിങ്ങൾ പുറത്തോട്ട് എയറിനെ വിടാൻ ശ്രമിച്ചു നോക്ക്. വീണ്ടും കുറേ എയറിനെ പുറത്തോട്ട് വിടാൻ പറ്റും. അതായത് 500 എടുത്തു, 500 ഇട്ടു, അതാണ് ടൈഡൽ വോളിയം. 500 പുറത്തോട്ട് വിട്ടു. അതിന് പുറമെ ഫോഴ്സ് ഉപയോഗിച്ച് വീണ്ടും കുറേ പുറത്തോട്ട് ഊതാൻ പറ്റും. ഇങ്ങനെ 500 പുറത്തോട്ട് വിട്ടാലും അതിനുശേഷം ഫോഴ്സ് ഉപയോഗിച്ച് വീണ്ടും ഒരുപാട് പുറത്തോട്ട് വിടാൻ പറ്റും. പുറത്തോട്ട് ഒരുപാട് വീണ്ടും വിടാൻ പറ്റും. അങ്ങനെ പുറത്തോട്ട് വിടുന്ന ആ വോളിയത്തെയാണ് നമ്മൾ എക്സ്പിരേറ്ററി റിസർവ് വോളിയം എന്ന് വിളിക്കുക. എന്താ വിളിക്കുക? എക്സ്പിരേറ്ററി റിസർവ് വോളിയം. അത് ഏകദേശം 1000 മുതൽ 1100 ml നിങ്ങൾക്ക് പുറത്തോട്ട് വിടാൻ പറ്റും. എത്ര പുറത്തോട്ട് വിടാൻ പറ്റും? 1000 തൊട്ട് 1100 ml എയറിനെ പുറത്തോട്ട് വിടാൻ പറ്റും ഫോഴ്സ് ഉപയോഗിച്ചിട്ട്. ക്ലിയർ ആണ് കുട്ടികളെ? ടൈഡൽ വോളിയം പുറത്തോട്ട് വിടുക, അതെല്ലാവരും ശ്രമിച്ചു നോക്ക്. അതിന് വലിയ എനർജി ഒന്നും വേണ്ട. പിന്നെ ഫോഴ്സ് ഉപയോഗിച്ച് വീണ്ടും കുറേ വിടാൻ പറ്റും. സോ ദ അഡീഷണൽ വോളിയം, ടൈഡലിനെ പുറത്തോട്ട് വിടുക, ടൈഡൽ പുറത്തോട്ട് വിട്ടു, അതിന് പുറമെ ടൈഡൽ പുറത്തോട്ട് വിട്ടു, അതിന് പുറമെ ഫോഴ്സ് ഉപയോഗിച്ച് എത്ര വിടാൻ പറ്റും? ദ അഡീഷണൽ വോളിയം എ പേഴ്സൺ ക്യാൻ എക്സ്പയർ ബൈ ഫോഴ്സ്ഫുൾ എക്സ്പിരേഷൻ, ദാറ്റ് ഈസ് കോൾഡ് എക്സ്പിരേറ്ററി റിസർവ് വോളിയം. ക്ലിയർ ആണോ? ഫോഴ്സ് ഉപയോഗിച്ച് ഒരാൾക്ക് പുറത്തു വിടാൻ പറ്റുന്ന ടൈഡൽ വോളിയത്തിന് പുറമെ ദ അഡീഷണൽ വോളിയം എ പേഴ്സൺ ക്യാൻ എക്സ്പയർ ബൈ ഫോഴ്സ്ഫുൾ എക്സ്പിരേഷൻ, ദാറ്റ് ഈസ് കോൾഡ് എക്സ്പിരേറ്ററി റിസർവ് വോളിയം. അതുകൂടെ പുറത്തോട്ട് വിട്ടാൽ ലെങ്ങിൽ എയർ പരമാവധി ഒക്കെ തീരും. പിന്നെ ലെങ്ങിൽ കുറച്ച് എയർ മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. ക്ലിയർ ആണോ? യെസ് ഓർ നോ? റെഡി അല്ലേ കുട്ടികളെ? റെഡി അല്ലേ? ലുക്ക്, ഈസ് ദാറ്റ് ക്ലിയർ? അതിന് വലിയ ഫോഴ്സ് ഒന്നും വേണ്ട. 500 അതിന് ശേഷം ഫോഴ്സ് ഉപയോഗിച്ച് ഊതി നോക്ക്, കുറേ പുറത്തോട്ട് വിടാൻ പറ്റും. സോ ദ അഡീഷണൽ വോളിയം എ പേഴ്സൺ ക്യാൻ എക്സ്പയർ ബൈ ഫോഴ്സ്ഫുൾ എക്സ്പിരേഷൻ, അതിനെയാണ് എക്സ്പിരേറ്ററി റിസർവ് വോളിയം എന്ന് പറയുക. 1000 മുതൽ 1100 ml. ഇനി പൊന്നു മക്കളെ ഇങ്ങോട്ട് നോക്ക്. നിങ്ങൾ ഫോഴ്സ് ഉപയോഗിച്ച് ഫോഴ്സ് ഉപയോഗിച്ച് പരമാവധി പുറത്തു വിട്ടു, ലൈക്ക് മാക്സിമം പുറത്തു വിട്ടു. എന്നാലും നമ്മുടെ ലെങ്ങിൽ കുറച്ച് എയർ ബാക്കി നിൽക്കും, കുറച്ച് എയർ ലെങ്ങിൻ്റെ ഉള്ളിൽ ബാക്കി നിൽക്കും. ദാറ്റ് വോളിയം ഓഫ് എയർ that remaining in your lung,
ദാറ്റ് വോളിയം ഓഫ് എയർ ദാറ്റ് റിമൈനിങ്, നിങ്ങൾ ഫോഴ്സ് ഉപയോഗിച്ച് പുറത്തു വിട്ടാലും കുറച്ച് എയർ ബാക്കി ഉണ്ടാവും. അങ്ങനെ ബാക്കിയുള്ള ഈ വോളിയം ഓഫ് എയർ, ദിസ് വോളിയം ഈസ് കോൾഡ് റെസിഡുവൽ വോളിയം. ആ വോളിയത്തെയാണ് റെസിഡുവൽ വോളിയം. എങ്കിൽ പൂർണ്ണമായിട്ട് അങ്ങോട്ട് എയർ തീർന്നു പോകില്ല, എങ്കിൽ എപ്പോഴും കുറച്ച് ബാക്കി ഉണ്ടാവും. നിങ്ങൾ പരമാവധി എത്ര പുറത്തു വിട്ടാലും എങ്കിൽ കുറച്ച് എയർ ബാക്കി ഉണ്ടാവും. ദാറ്റ് ഈസ് കോൾഡ് റെസിഡുവൽ വോളിയം. സോ വാട്ട് ഈസ് റെസിഡുവൽ വോളിയം? വോളിയം ഓഫ് എയർ റിമൈനിങ് ഇൻ ദ ലങ്സ് ഈവൻ ആഫ്റ്റർ എ ഫോഴ്സ്ഫുൾ എക്സ്പിരേഷൻ. ഒരു ഫോഴ്സ്ഫുൾ എക്സ്പിരേഷൻ നടത്തിയാൽ പോലും ലങ്ങിൽ ബാക്കി വരുന്ന എയറിനെയാണ് റെസിഡുവൽ വോളിയം എന്ന് വിളിക്കുക. നിങ്ങൾ എത്ര മാക്സിമം പുറത്തു വിട്ടോ, മാക്സിമം പുറത്ത് ഫോഴ്സ് ഉപയോഗിച്ച് വിട്ടോ, എന്നാലും കുറച്ച് ബാക്കി ഉണ്ടാവും. സോ ദാറ്റ് വോളിയം ഓഫ് എയർ ദാറ്റ് ഈസ് കോൾഡ് റെസിഡുവൽ വോളിയം. ദ വോളിയം ഓഫ് എയർ റിമൈനിങ് ഇൻ ദ ലങ്, ലങ്ങിൽ ബാക്കിയാവുക ആഫ്റ്റർ എ ഫോഴ്സ്ഫുൾ എക്സ്പിരേഷൻ, അല്ലെങ്കിൽ ഈവൻ ആഫ്റ്റർ എ ഫോഴ്സ്ഫുൾ എക്സ്പിരേഷൻ. ഒരു ഫോഴ്സ്ഫുൾ എക്സ്പിരേഷൻ നടത്തിയാൽ പോലും എങ്കിൽ ബാക്കിയാവുന്ന എയറിനെയാണ് റെസിഡുവൽ വോളിയം എന്ന് പറയുന്നത്. നോക്കൂ, വോളിയം ഓഫ് എയർ റിമൈനിങ് ഇൻ ദ ലങ് ഈവൻ ആഫ്റ്റർ എ ഫോഴ്സ്ഫുൾ എക്സ്പിരേഷൻ. RVയുടെ വാല്യൂ 1100 മുതൽ 1200 ml എയർ ഇവിടെ ബാക്കി ഉണ്ടാവും. 1100 to 1200 ml ഇവിടെ ബാക്കി ഉണ്ടാവും. സോ ദാറ്റ് ഈസ് കോൾഡ് റെസിഡുവൽ വോളിയം. ക്ലിയർ ആണോ? അപ്പോൾ നമ്മൾ റെസ്പിറേറ്ററി വോളിയങ്ങൾ 4 വോളിയങ്ങളാണ് പഠിച്ചത്. ഏതൊക്കെ? ടൈഡൽ വോളിയം പഠിച്ചു, IRV പഠിച്ചു, ERV പഠിച്ചു, RV പഠിച്ചു അല്ലേ. ഇനി നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നതാണ് കുട്ടികളെ റെസ്പിറേറ്ററി കപ്പാസിറ്റീസ്. അടുത്ത് നോക്കാൻ പോവാണ് റെസ്പിറേറ്ററി കപ്പാസിറ്റീസ്. റെസ്പിറേറ്ററി വോളിയങ്ങൾ ക്ലിയർ ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി ലെറ്റ്സ് ടോക്ക് അബൌട്ട് റെസ്പിറേറ്ററി കപ്പാസിറ്റീസ്. ഓക്കെ, സോ ഒന്നാമത്തെ ഇത് ഞാൻ പറയുന്നു, ഇത് നിങ്ങളൊരു പരീക്ഷയുടെ തലേന്നത്തെ ലൈവിൽ നിങ്ങൾ ഇതിൻ്റെ ഡെഫിനേഷൻ എല്ലാം അങ്ങോട്ട് കാണാതെ പഠിക്കണം എന്ന് ഞാൻ പറയില്ല. എത്രയൊക്കെ നിങ്ങൾ പഠിച്ചാലും 2 മാർക്കിനെ ചോദ്യം വരുള്ളൂ. അപ്പോൾ റെസ്പിറേറ്ററി കപ്പാസിറ്റി ഞാനിതിനൊരു ഭയങ്കരമായിട്ട് എൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിപ്പിക്കാൻ പോകുന്നില്ല, കാരണം അത് വി ക്യാൻ ഡിസ്കസ് ഇൻ സം അതർ ലൈവ്സ്. ഓക്കെ, സോ ലൈക്ക് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ പരീക്ഷയ്ക്ക് ഇതൊരു 2 മാർക്ക് ചോദ്യമാണ്. അത് തന്നെ ഇതിന് നിങ്ങൾക്ക് ജസ്റ്റ് അവർ തരാൻ പോണ ഇപ്പം ഈവൻ 1/2 മാർക്കൊക്കെ വെച്ചിട്ട് അവർ തരിക ഒന്നിന്. അപ്പോൾ നിങ്ങൾ ഇക്വേഷൻ എഴുതിയാൽ പോലും ആ മാർക്ക് കിട്ടും. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് അത് പഠിപ്പിച്ചു തരാം. ഓക്കെ, സോ ഗൈസ് നിങ്ങൾക്ക് 5 കപ്പാസിറ്റി പഠിക്കാനുണ്ട്. ഒന്നാമത്തതാണ് ഇൻസ്പിരേറ്ററി കപ്പാസിറ്റി. എന്താണ് ഇൻസ്പിരേറ്ററി കപ്പാസിറ്റി? അപ്പോൾ ഈസി ആയിട്ട് മാർക്ക് വാങ്ങാൻ നിങ്ങൾ ഇക്വേഷൻ മാത്രം പഠിച്ചാൽ പോലും ഒരു പക്ഷേ നിങ്ങൾക്ക് കിട്ടും. ഇൻസ്പിരേറ്ററി കപ്പാസിറ്റി ഡെഫിനേഷൻ പഠിക്കാൻ ഒരുപാട് സമയങ്ങൾ അതെടുക്കും. ബിക്കോസ് ഭയങ്കര കോൺസെപ്റ്റ് ഓറിയൻറ്റഡ്. കോൺസെപ്റ്റ് മനസ്സിലാക്കി യു വോണ്ട് ഫോർഗെറ്റ് ഇറ്റ്. പക്ഷേ ഒരു പരീക്ഷയുടെ തലേന്ന് നിങ്ങളെ സമയം ഞാൻ അതിൽ കുറേ മെനക്കെടുത്തുന്ന ഈ അർത്ഥമില്ല. അതുകൊണ്ടാണ് ഇൻസ്പിരേറ്ററി കപ്പാസിറ്റി ഉണ്ട്. അടുത്തതാണ് എക്സ്പിരേറ്ററി കപ്പാസിറ്റി. ചോദ്യം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ആ ചോദ്യത്തിന് എങ്ങനെയാണ് നിങ്ങൾ കുറച്ച് കാര്യം പഠിച്ച് കുറേ ഉത്തരം എഴുതുക. ഈ ഒരൊറ്റ കാര്യത്തിൽ നിന്ന് എങ്ങനെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങുക എന്നുള്ളത് ഞാൻ പറഞ്ഞു തരണ്ടേ. ഓക്കെ, എക്സ്പിരേറ്ററി കപ്പാസിറ്റി. അടുത്തതാണ് കുട്ടികളെ വൈറ്റൽ കപ്പാസിറ്റി. അടുത്തതാണ് ടോട്ടൽ ലങ് കപ്പാസിറ്റി. അടുത്തതാണ് ഫങ്ഷണൽ റെസിഡുവൽ കപ്പാസിറ്റി. നോക്കടാ, ശ്രദ്ധിക്ക്, ദേണ്ട നോക്ക് മക്കളെ. ഈ 5 കപ്പാസിറ്റീസ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. 1 2 3 4 5. ഓക്കെ, 5 കപ്പാസിറ്റീസ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. നന്നായി ശ്രദ്ധിക്കുക. വളരെ ഈസി. ഇതിനെ മൊത്തം നിങ്ങൾ അറിയേണ്ട. യു സിംപ്ലി സ്റ്റഡി ദീസ് കപ്പാസിറ്റീസ്. ഇതിന്റെ ഇക്വേഷൻ പഠിച്ചാൽ മതി. ഇൻസ്പിരേറ്ററി കപ്പാസിറ്റി, ആ പേര് തന്നെ ഉണ്ട് ഇൻസ്പിരേറ്ററി അല്ലേ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അത് കിട്ടാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? IRV ഉണ്ടല്ലോ, IRVയും TVയും കൂടെ അങ്ങോട്ട് കൂട്ടിയാൽ മതി. TV പ്ലസ് IRV എന്ന് പറഞ്ഞാൽ എന്താ അറിയാലോ, ഇൻസ്പിരേറ്ററി റിസർവ് വോളിയം. അപ്പൊ ഇൻസ്പിരേറ്ററി കപ്പാസിറ്റി ആകുമ്പോൾ അതിലേക്ക് TV കൂട്ടുക. ഇനി എക്സ്പിരേറ്ററി കപ്പാസിറ്റിയോ, അതാവുമ്പോൾ TV പ്ലസ് എക്സ്പിരേറ്ററി അല്ലേ. അപ്പൊ എക്സ്പിരേറ്ററി റിസർവ് വോളിയം കൂട്ടേണ്ടി വരും. വളരെ ഈസി. ക്ലിയർ അല്ലേ? ഇനി അടുത്ത് വൈറ്റൽ കപ്പാസിറ്റി. വൈറ്റൽ എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ നോക്കി, എക്സ്പിരേറ്ററി കപ്പാസിറ്റിക്ക് TVയും ERVയും, ഇൻസ്പിരേറ്ററിക്ക് TVയും IRVയും. അപ്പോൾ വൈറ്റൽ ആകുമ്പോഴോ ഈ എല്ലാവരെയും കൂട്ടണം. അതായത് TV വരണം, ERV വരണം, IRV വരണം. ദാറ്റ്സ് ഓൾ. TV പ്ലസ് IRV പ്ലസ് ERV 3 ആൾക്കാരും വന്നു. മറ്റേത് 2 ആളേ ഉള്ളൂ. ഇതാകുമ്പോൾ ഇപ്പോൾ 3 ആളും എത്തി. ക്ലിയർ അല്ലേ? ദാറ്റ്സ് ഇറ്റ്, വെരി സിമ്പിൾ. ഇനി അടുത്താണ് ടോട്ടൽ ലങ് കപ്പാസിറ്റി. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലങ്ങിൽ ടോട്ടൽ എത്ര എയർ കൊള്ളും അതിനെയാണ് ടോട്ടൽ ലങ് കപ്പാസിറ്റി. മാക്സിമം വോളിയം ഓഫ് എയർ
ദാറ്റ് ക്യാൻ ബി അക്കോമോഡേറ്റഡ് ഇൻ ദ ലെങ്. ലെങ്ങിൽ മാക്സിമം എത്ര എയർ കൊള്ളുമോ അതിനെയാണ് ടോട്ടൽ ലെങ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. മാക്സിമം വോളിയം ഓഫ് എയർ ദാറ്റ് ക്യാൻ ബി അക്കോമോഡേറ്റഡ് ഇൻ ദ ലെങ്. ഓക്കെ, അതാണ് ടോട്ടൽ ലെങ് കപ്പാസിറ്റി. അത് കിട്ടാൻ നിങ്ങൾ പഠിച്ച 4 വോളിയങ്ങളും കൂട്ടിയാൽ മതി. ടി വി നിങ്ങൾ പഠിച്ചൊരു വോളിയാണ്, IRV നിങ്ങൾ പഠിച്ച ഒരു വോളിയാണ്, ERV നിങ്ങൾ പഠിച്ചൊരു വോളിയാണ്, പിന്നെ ഏതാ പഠിച്ചിട്ടുള്ളത് ബാക്കി RV. ഇതെല്ലാം കൂടി കൂട്ടിയാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും കുട്ടികളെ? ടോട്ടൽ ലെങ് കപ്പാസിറ്റി കിട്ടും. വളരെ സിമ്പിൾ അല്ലേ? ഇനി അവസാനത്താണ് ഫങ്ഷണൽ റെസിഡ്യൂവൽ കപ്പാസിറ്റി. ഫങ്ഷണൽ റെസിഡ്യൂവൽ കപ്പാസിറ്റി കിട്ടാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ശ്രദ്ധിക്കുക. ഈ ഓർഡറിലല്ലേ നിങ്ങളെല്ലാം പഠിച്ചത്? ഈ ഓർഡറിലല്ലേ എല്ലാം പഠിച്ചത്? നിങ്ങൾ പഠിച്ചത് അല്ലേ? ആദ്യം നിങ്ങൾ ടി വി പഠിച്ചു, പിന്നെ IRV പഠിച്ചു, പിന്നെ ERV പഠിച്ചു, RV പഠിച്ചു അല്ലേ? അതിൽ ടി വിയും IRVയും കൂട്ടിയപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടി? ഇൻസ്പിരേറ്ററി കപ്പാസിറ്റി കിട്ടി. ദെൻ ടി വിയും ERVയും കൂട്ടിയപ്പോൾ എക്സ്പിരേറ്ററി കപ്പാസിറ്റി കിട്ടി. ടി വി പ്ലസ് IRV പ്ലസ് ERV കൂട്ടിയപ്പോൾ വൈറ്റൽ കപ്പാസിറ്റി കിട്ടി. അതൊക്കെ ഓർമ്മയുണ്ടല്ലോ? ഡൗട്ട് ഇല്ലല്ലോ? വെരി ഈസി അല്ലേ? ഇനി ഫങ്ഷണൽ റെസിഡ്യൂവൽ കപ്പാസിറ്റി കിട്ടാൻ അവസാനത്തെ രണ്ടാളെ അങ്ങോട്ട് കൂട്ടിയാൽ മതി. ERV പ്ലസ് RV, ERV പ്ലസ് RV. ഈ ഒരു രീതിയിൽ പഠിച്ചു പോയാൽ മതി. ഓക്കെ, ERV പ്ലസ് RV. അപ്പോൾ വ്യത്യസ്ത റെസ്പിറേറ്ററി വോളിയങ്ങളെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് എന്ത്? റെസ്പിറേറ്ററി കപ്പാസിറ്റീസ്. ക്ലിയർ ആണോ? വ്യത്യസ്ത വോളിയങ്ങളെ കൂട്ടിയ കപ്പാസിറ്റി കിട്ടും. അപ്പോൾ കപ്പാസിറ്റി നല്ല സുഖമാണ്, ഇങ്ങനെ ഓർത്താൽ മതി. അവസാനത്തെ രണ്ടാൾക്കാരെ കൂട്ടിയ ഫങ്ഷണൽ റെസിഡ്യൂവൽ കപ്പാസിറ്റി. അപ്പോൾ നിങ്ങളോട് പരീക്ഷയ്ക്ക് ചോദിക്കുക എങ്ങനെയാണെന്ന് അറിയോ? നോക്കൂ, ഇതിന്റെ ഡെഫിനിഷൻസ് ഒക്കെ ഇവിടെ ഉണ്ട്. ബട്ട് യു ഡോണ്ട് നീഡ് ഇറ്റ്. ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ, ഇങ്ങനെയാ ചോദ്യം വരിക. 2 മാർക്ക് ചോദ്യ. IRVയും RVയും തമ്മിലുള്ള വ്യത്യാസം പറയുക. IRVയും ERVയും തമ്മിലുള്ള വ്യത്യാസം, ടി വിയും RVയും തമ്മിലുള്ള വ്യത്യാസം. ഇത് ഇക്വേഷൻ എഴുതിയാൽ പോലും മാർക്ക് കിട്ടും. ഈ കപ്പാസിറ്റിയെ ബേസ് ചെയ്ത് ചോദിച്ചാൽ ഇതാവുമ്പോൾ നിങ്ങൾ ആ ഡെഫിനിഷൻ അങ്ങോട്ട് എഴുതി കൊടുക്കുക. അപ്പോൾ ഡിസ്റ്റിംഗ്വിഷ് ആയി. ഓരോന്നിൻ്റെയും ഡെഫിനിഷൻ എഴുതി കൊടുത്താൽ ഡിസ്റ്റിംഗ്വിഷ് എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരമായി. ഇനി നോക്കൂ, അടുത്ത ചോദ്യം നോക്ക്. ലുക്ക്, ഇതൊന്നും നമുക്ക് വേണ്ട കേട്ടോ. ഇതൊക്കെ പറ്റുമെങ്കിൽ ഇതിന്റെ എക്സാക്ട് ഡെഫിനിഷൻ ആണ്. ബട്ട് യു ഡോണ്ട് നീഡ് ഇറ്റ് ആക്ച്വലി. നിങ്ങൾ അങ്ങനെ ഇപ്പോൾ ഡെഫിനിഷൻ ഒന്നും പഠിക്കണം എന്നില്ല. ആൻഡ് യെസ്, ഇത് ഞാൻ കട്ട് ചെയ്യാണ് കേട്ടോ. ഓക്കെ, ലുക്ക്, ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ വൈറ്റൽ കപ്പാസിറ്റി ആൻഡ് ടോട്ടൽ കപ്പാസിറ്റി. ഇതിനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യുന്ന 1 മാർക്കാണ് അവർ തന്നിട്ടുള്ളത് കണ്ടോ. ഇതിന് 1 മാർക്കും മറ്റേതിന് 1 മാർക്കുമാണ്. അപ്പോൾ 1 മാർക്ക് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ എന്ന് പറഞ്ഞിട്ട് 1 മാർക്ക് തന്നാൽ എങ്ങനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്ത്? വൈറ്റൽ കപ്പാസിറ്റി ആണ്. വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഇൻസ്പിരേറ്ററി കപ്പാസിറ്റി ടി വി പ്ലസ് IRV, എക്സ്പിരേറ്ററി ടി വി പ്ലസ് ERV, വൈറ്റൽ ആകുമ്പോഴോ ടി വി പ്ലസ് IRV പ്ലസ് ERV. ഇങ്ങനെ എഴുതി കൊടുത്താൽ മതി. ഇതിന് 1/2 മാർക്കിൽ ഒരു തരണ്ടേ? ഒരു ഇക്വേഷൻ എഴുതിയ മിനിമം 1/2 മാർക്ക് ഒരു തരണ്ടേ? ഒരു തരും, വേറെ നിവർത്തി ഒരുക്കില്ല. തരല്ലാതെ നിവർത്തിയില്ല അല്ലേ? അതിലും എങ്ങനെ കുറക്കുക ഒരു? ഇനി ടോട്ടൽ ലെങ് കപ്പാസിറ്റി ഞാൻ പറഞ്ഞു എല്ലാം കൂടി കൂട്ടണം. ടോട്ടൽ ലെങ് കപ്പാസിറ്റി എങ്ങനെ? TLC, അതിന്റെ ഷോർട്ട് ഫോം ആണ്. ടോട്ടൽ ലെങ് കപ്പാസിറ്റി പറഞ്ഞാൽ എല്ലാ വോളിയങ്ങളും ടി വി പ്ലസ് IRV പ്ലസ് ERV പ്ലസ് RV. മനസ്സിലായല്ലോ? ഇനി ഫങ്ഷണൽ റെസിഡ്യൂവൽ കപ്പാസിറ്റി എന്താ? അവസാനത്തെ രണ്ടാളെ കൂട്ടുക, ERV പ്ലസ് RV കൂട്ടിയാൽ മതി. അപ്പൊ അങ്ങനെ എഴുതി അവർ 1/2 മാർക്ക് തരേണ്ടി വരും. അവർക്ക് തരാതിരിക്കാൻ പറ്റൂല. പിന്നെ മക്കൾ ആ ഒരു ഡെഫിനിഷനിലേക്കൊന്നും പോകണ്ട. ഡെഫിനിഷനൊക്കെ എന്തോരുണ്ട് അറിയോ? ഇതൊക്കെ കൂടി പഠിച്ചിട്ട് ആൾക്കാർ ചോദിക്കുന്നത് 1/2 മാർക്ക് അവർ തരിക. അത് ഇക്വേഷൻ എഴുതിയാൽ ഒരു തരുന്ന 1/2 മാർക്കല്ല. എന്താ ചെയ്യുക അല്ലേ? ദേ ഷുഡ് ഗീവ്, റൈറ്റ്, ഫൈൻ. അപ്പൊ ഇതേപോലത്തെ ചോദ്യം, പിക്ക് ഔട്ട് റോങ്. ഇതിലെ റോങ് ഏതാണെന്നാണ് ചോദിച്ചത്. നോക്ക്, ഇത് തെറ്റാണോ? വൈറ്റൽ കപ്പാസിറ്റി ERV പ്ലസ് IRV പ്ലസ് ടി വി പ്ലസ് ERV പ്ലസ് IRV ഓക്കെ ആണ്. ദെൻ അടുത്തത് ERV 3000 ml ആണ് കുട്ടികളല്ലേ? ERV എത്രയാ? 1000 to 1100 ml അല്ലേ? അപ്പൊ തെറ്റി നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. തെറ്റി നമുക്ക് ഓൾറെഡി കിട്ടി. പിന്നെ നമുക്ക് TLC ഈക്വൽ ടു VC പ്ലസ് RV എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് നോക്കി നോക്കാം VC പ്ലസ് RV അത് വരുമോ റെസിഡ്യൂവൽ വോളിയം. VC പറഞ്ഞാൽ എന്താ? ERV പ്ലസ് TV പ്ലസ് IRV പ്ലസ് RV. VC പ്ലസ് RV. വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഇത് 3ഉം കൂട്ടിയ വൈറ്റൽ കപ്പാസിറ്റി പ്ലസ് RV. അതന്നല്ലേ ടോട്ടൽ ലെങ് കപ്പാസിറ്റി. നിങ്ങൾ പഠിച്ച 4 വോളിയങ്ങളും വന്നു. അപ്പൊ അത് ശരിയായിരിക്കും കേട്ടോ. സോ യു ഡോണ്ട് നീഡ് ഇറ്റ് ആക്ച്വലി. അപ്പോൾ നമ്മൾ 1ാമത്തെ ഭാഗം കഴിഞ്ഞു. ദാറ്റ് ഈസ് മെക്കാനിസം ഓഫ് ബ്രീത്തിങ്. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. നമ്മൾ നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാണ്. ദാറ്റ് ഈസ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. റെഡി അല്ലേ കുട്ടികളെ? ഓക്കെ, സോ നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. ഹൗ ഗ്യാസുകളുടെ എക്സ്ചേഞ്ച് എങ്ങനെ നടക്കുന്നു? എന്താ ഇപ്പോൾ സംഭവം അല്ലേ? ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ശ്വസിക്കുന്ന എയർ ഉണ്ടല്ലോ കുട്ടികളെ, നമ്മൾ ശ്വസിക്കുന്ന ഈ എയർ നമ്മുടെ ലെങ്ങിൻ്റെ ഉള്ളിലുള്ള ആൽവിയോളസുകൾ എന്നറിയപ്പെടുന്ന ഈ ഒരു എന്താ പറയുക ഷേപ്പുള്ള ഭാഗങ്ങളിലേക്കാണ്. നമ്മൾ ലെങ്ങിൻ്റെ ഉള്ളിൽ ഇത്തരത്തിലുള്ള ധാരാളം ആൽവിയോളസ് ഉണ്ട്. അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഈ ആൽവിയോളസിന് ഉണ്ടാക്കിയുള്ളത് പരന്ന സെല്ലുകൾ കൊണ്ടാട്ടോ. പരന്ന സെല്ലുകൾ കൊണ്ടാണ് ഈ ആൽവിയോളസിനെ, പരന്ന കോശങ്ങൾ കൊണ്ടാണ് ആൽവിയോളസിനെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, നമ്മുടെ ബോർഡിന് വീണ്ടും ഭ്രാന്തളകി തോന്നുന്നു. ബോർഡ് ഭയങ്കര സ്ലോ ആണ്. ഓക്കെ, ഫൈൻ. അപ്പോൾ പരന്ന സെല്ലുകളാണിത് ഈ ആൽവിയോളസിലേക്ക് എത്തുന്നു. നന്നായി ശ്രദ്ധിക്കുക.
ആൽവിയോളസിലേക്ക് എത്തുന്നു. ദിസ് ഈസ് കോൾഡ് ആൽവിയോളസ്. ഈ ആൽവിയോളസിൽ നിന്ന് വേണം ഇത് നമ്മുടെ രക്തക്കുഴലുകളിലേക്ക് കയറിപ്പോവാൻ. നമ്മുടെ രക്തക്കുഴലാണിത്. ഓക്കെ, നമ്മുടെ രക്തക്കുഴലാണിത്. രക്തക്കുഴലിലേക്ക് കയറിപ്പോവാൻ. ക്ലിയർ അല്ലേ? നമ്മുടെ രക്തക്കോയിലുകൾ, നമ്മുടെ ശരീരത്തിലെ ചെറിയ രക്തക്കോയിലുകളെയാണ് കാപ്പില്ലറികൾ എന്ന് വിളിക്കുക. അവരെ ഉണ്ടാക്കിയിട്ടുള്ളത് പരന്ന സെല്ലുകൾ കൊണ്ടാണ്. ചെറിയ കുഞ്ഞൻ രക്തക്കോയിലുകളാണ് ഇവർ കാപ്പില്ലറികൾ എന്നാണ് വിളിക്കുക. അവരെ ഉണ്ടാക്കിയിട്ടുള്ളത് പരന്ന സെല്ലുകൾ കൊണ്ടാണ്. ക്ലിയർ അല്ലേ കുട്ടികളെ? അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഇതെത്തണം. സോ ലുക്ക്, നിങ്ങൾ ശ്വസിക്കുന്ന എയർ ഇങ്ങോട്ടേക്ക് എന്താ വരിക? എയറാണ് വരിക. നമ്മൾ ശ്വസിക്കുന്നത് എയർ ആണല്ലേ? നമ്മൾ അന്തരീക്ഷത്തിൽ എയറാണ് ശ്വസിക്കുന്നത്. ആ എയറിൽ ഓക്സിജൻ ഉണ്ടാകും, നൈട്രജൻ ഉണ്ടാകും, ഹൈഡ്രജൻ ഉണ്ടാവും, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും, പലതും ഉണ്ടാവും. ആ എയർ ആണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. ആ എയറിൽ നിന്ന് ഓക്സിജൻ മാത്രം കുട്ടികളെ നിങ്ങളുടെ ബ്ലഡിലേക്ക് പോകണം. കാർബൺ ഡൈ ഓക്സൈഡ് തിരിച്ച് ഇങ്ങോട്ടേക്കും വരണം. അതല്ലേ ഉണ്ടാവേണ്ടത്? കാർബൺ ഡൈ ഓക്സൈഡ് ഇങ്ങോട്ടേക്കും വരണം. അപ്പോഴാണ് ബ്ലഡിലെ കാർബൺ ഡൈ ഓക്സൈഡ് ഇങ്ങോട്ടേക്ക് എത്തുന്നു, ഓക്സിജൻ ഇങ്ങോട്ടേക്കും. ഈ എയറിനെ പിന്നീട് പുറം തള്ളുമ്പോൾ ലുക്ക്, ആ എയറിലെ ഓക്സിജൻ ഒക്കെ ബ്ലഡിലേക്ക് കയറി കാർബൺ ഡൈ ഓക്സൈഡ് ഇങ്ങോട്ടേക്ക് വന്നു. കാർബൺ ഡൈ ഓക്സൈഡ് നിറഞ്ഞ എയറിനെ പുറം തള്ളുന്നു. അങ്ങനെയാണ് ലങ്ങിൽ നിന്ന് പിന്നെ പുറം തള്ളുന്ന പരിപാടി. ലങ്ങിൻ്റെ ഉള്ളിലേക്ക് എയറിനെ എടുക്കുന്നു, ആ എയറിൽ നിന്ന് ഓക്സിജൻ ഇങ്ങോട്ടേക്ക് പോകുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് ബ്ലഡിൽ നിന്ന് ആ എയറിലേക്ക് എത്തുന്നു, ആ എയറിനെ പിന്നീട് പുറം തള്ളുന്നു. സോ ദിസ് ഈസ് വാട്ട് ഹാപ്പനിങ്. അപ്പോൾ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് എന്ന് പറഞ്ഞാൽ ലുക്ക്, ഈ ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെയും എക്സ്ചേഞ്ച് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒന്ന് ആൽവിയോളസിൽ നിന്ന് ബ്ലഡിലേക്ക്, അല്ലെങ്കിൽ എയറിന്റെയും ബ്ലഡിന്റെയും ഇടയിൽ ഈ എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട്. ക്ലിയർ അല്ലേ? ഇനി അടുത്തത്, ബ്ലഡിലേക്ക് ഇങ്ങനെ ഓക്സിജൻ എത്തിയെന്ന് വിചാരിക്ക്. ബ്ലഡിലൂടെ ആ ഓക്സിജൻ സഞ്ചരിച്ച് നിങ്ങളുടെ ടിഷ്യൂകളിലേക്ക്, നിങ്ങളുടെ കോശങ്ങളിലേക്ക്, നിങ്ങളുടെ സെല്ലിൻ്റെ പരിസരങ്ങളിലേക്ക്, സെല്ലിൻ്റെ അടുത്തേക്ക് അതെത്തും. ശരിയല്ലേ? ആ ബ്ലഡ് എത്തുമ്പോൾ ആ ബ്ലഡിൻ്റെ കൂടെ ആ ഓക്സിജനും മറ്റുമൊക്കെ എത്തും. ഇനി ബ്ലഡിൽ നിന്ന് ഈ ഓക്സിജൻ നിങ്ങളുടെ ടിഷ്യൂകളിലേക്ക്, നിങ്ങളുടെ സെല്ലുകളിലേക്ക്, നിങ്ങളുടെ കോശങ്ങളിലേക്ക് കയറി പോകണം. ക്ലിയർ അല്ലടോ? കോശങ്ങളിലേക്ക് കയറി പോകണം. അതെങ്ങനെയാ കയറി പോവുക? നോക്കൂ, ഓക്സിജൻ ഉണ്ട് ഈ ബ്ലഡിനകത്ത്. കാരണം എന്താ? ഇവിടെ നിന്ന് കയറി വന്ന ഓക്സിജൻ ഈ ബ്ലഡിലുണ്ട്. ആ ഓക്സിജൻ നിങ്ങളുടെ ടിഷ്യൂകളിലേക്ക് കയറി പോകണം. ശരിയല്ലേ? നിങ്ങളുടെ ടിഷ്യൂകളുടെ കയ്യിൽ ധാരാളം കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. അവരുണ്ടാക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ അവർക്ക് തിരിച്ച് ഇങ്ങോട്ടേക്ക് വിടാനും പറ്റണം. ക്ലിയർ അല്ലേ? അപ്പോൾ അടുത്തത് എക്സ്ചേഞ്ച് നടക്കുന്നത് ബിറ്റ്വീൻ ബ്ലഡ് ആൻഡ് ടിഷ്യൂ. ബ്ലഡും ടിഷ്യൂ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് സെൽസ് കേട്ടോ, അതാണ് ടിഷ്യൂ. അപ്പോൾ ബ്ലഡും ടിഷ്യൂവും തമ്മിലാണ് അടുത്ത എക്സ്ചേഞ്ച്. അപ്പോൾ ഈ രണ്ട് സ്ഥലത്തും ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെയും എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. സോ ഗൈസ്, എങ്ങനെയാണ് ഈ എക്സ്ചേഞ്ച് നടക്കുന്നത്? അതിൻ്റെ ഉത്തരം ഇതാണ്. ദീസ് എക്സ്ചേഞ്ച് ടേക്സ് പ്ലേസ് ബൈ സിമ്പിൾ ഡിഫ്യൂഷൻ. എന്ത് പ്രോസസ്സ് വഴിയാണ് ഈ എക്സ്ചേഞ്ച് നടക്കുന്നത്? സിമ്പിൾ ഡിഫ്യൂഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വഴിയാണ് ഈ എക്സ്ചേഞ്ച് നടക്കുന്നത്. അപ്പോൾ നിങ്ങളോട് പരീക്ഷയ്ക്ക് ചോദിക്കും, വാട്ട് ഈസ് ദ ബയോളജിക്കൽ ഫിനോമിനൻ ഇൻവോൾവ്ഡ് ഇൻ ഗ്യാസ് എക്സ്ചേഞ്ച്? ഗ്യാസ് എക്സ്ചേഞ്ചിൽ നടക്കുന്ന ബയോളജിക്കൽ ഫിനോമിനൻ എന്താണെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് സിമ്പിൾ ഡിഫ്യൂഷൻ എന്ന് ആൻസർ പറഞ്ഞാൽ മതി. അപ്പോൾ എന്താണ് ഈ സിമ്പിൾ ഡിഫ്യൂഷൻ? നമുക്ക് നോക്കാം. സിമ്പിൾ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂടാ. ഉപ്പ് വെള്ളത്തിൽ നിങ്ങൾ നെല്ലിക്ക കൊണ്ടുപോയിട്ടാൽ നെല്ലിക്കയുടെ ഉള്ളിലേക്ക് ഉപ്പ് കയറി പോകാറില്ലേ? അങ്ങനെ നമുക്ക് ഉപ്പ് നെല്ലിക്ക കിട്ടുന്നത്. സോ വൈ ദാറ്റ് ഹാപ്പൻസ്? വളരെ സിമ്പിളാണ്. നിങ്ങൾ വെള്ളം എടുക്കുന്നു, അതിലേക്ക് നിറയെ ഉപ്പ് കലക്കുന്നു. അപ്പോൾ വെള്ളത്തിൽ ഉപ്പിൻ്റെ കോൺസെൻട്രേഷൻ വളരെ കൂടുതലാണ്, ഉപ്പിൻ്റെ അളവ് വെള്ളത്തിൽ വളരെ കൂടുതൽ. അതിലേക്ക് നെല്ലിക്ക ഇടുന്നു. അങ്ങനെ ഇടുമ്പോൾ നെല്ലിക്കയുടെ ഉള്ളിലേക്ക് ഈ ഉപ്പ് കയറിപ്പോവും. അതായത് ഉപ്പിൻ്റെ കോൺസെൻട്രേഷൻ പുറമേ നോക്കൂ. അപ്പോൾ ഭരണിയിൽ വെള്ളമുണ്ട്, അതിൽ നിറയെ ഉപ്പുണ്ട്. ഓക്കെ, നിങ്ങൾ ഇതിനകത്തേക്ക് നെല്ലിക്ക ഇടുന്നു. ദിസ് ഈസ് യുവർ നെല്ലിക്ക എന്ന് വിചാരിക്കും. നെല്ലിക്കൻ്റെ ഉള്ളിൽ ഉപ്പില്ല, പുറത്ത് ഉപ്പുണ്ട്. അങ്ങനെ ഉപ്പിൻ്റെ കോൺസെൻട്രേഷൻ പുറമെ കൂടുതലായാൽ കൂടുതലുള്ളിടത്ത് നിന്ന് കുറവുള്ളിടത്തേക്ക്, നെല്ലിക്കൻ്റെ ഉള്ളിൽ ഉപ്പില്ലല്ലോ, അപ്പോൾ അങ്ങോട്ടേക്ക് ഉപ്പ് സഞ്ചരിക്കും. ഇത്തരത്തിൽ ഏതൊരു മോളിക്യൂളും ഹൈ കോൺസെൻട്രേഷനിൽ നിന്ന് ലോ കോൺസെൻട്രേഷനിലേക്ക് സഞ്ചരിക്കും. അതിനെയാണ് നമ്മൾ സിമ്പിൾ ഡിഫ്യൂഷൻ എന്ന് പറയുക. എന്താ പറയുക? സിമ്പിൾ ഡിഫ്യൂഷൻ. അപ്പോൾ നോക്കൂ, ഓക്സിജന്റെ കോൺസെൻട്രേഷൻ ഇവിടെയായിരിക്കും കൂടുതൽ. ബ്ലഡിനേക്കാൾ കൂടുതൽ ഓക്സിജൻ ഇവിടെ ആൽവിയോളസിലെ എയറിലുണ്ട്. അതുകൊണ്ടാണ് ആൽവിയോളസിൽ നിന്ന് ഓക്സിജൻ ബ്ലഡിലേക്ക് വരുന്നത്. കാർബൺ ഡൈ ഓക്സൈഡിന്റെ കോൺസെൻട്രേഷൻ ബ്ലഡിലാണ് കൂടുതൽ ആൽവിയോളസിനേക്കാൾ. അതുകൊണ്ടാണ് ബ്ലഡിൽ നിന്ന് ആൽവിയോളസിലേക്ക് വരുന്നത്. സോ എനി മോളിക്യൂൾ മൂവ് ഫ്രം ഹൈ കോൺസെൻട്രേഷൻ ടു ലോ കോൺസെൻട്രേഷൻ. ദിസ് ഈസ് കോൾഡ് സിമ്പിൾ ഡിഫ്യൂഷൻ. ആ സിമ്പിൾ ഡിഫ്യൂഷൻ വഴിയാണ് ഗ്യാസുകളുടെ എക്സ്ചേഞ്ച് നടക്കുക. ഇവിടെ ഇതേമാതിരിയാണ്. ബ്ലഡിലാണ് ഓക്സിജൻ കൂടുതൽ വെൻ കമ്പയർഡ് ടു ടിഷ്യൂ. അപ്പോൾ ബ്ലഡിൽ നിന്ന് ടിഷ്യൂലേക്ക് വരും. കാർബൺ ഡൈ ഓക്സൈഡ് ടിഷ്യൂവിലാണ് കൂടുതൽ ബ്ലഡിനേക്കാൾ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരും. ക്ലിയർ അല്ലേ? അപ്പോൾ സിമ്പിൾ ഡിഫ്യൂഷൻ വഴിയാണെന്ന് നമുക്ക് മനസ്സിലായി. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇനി നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് എക്സാക്ട്ലി കറക്റ്റ് ഇത് എങ്ങനെയാണ് നടക്കുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. നന്നായി ശ്രദ്ധിച്ചോ. എടാ,
നമ്മുടെ ആൽവിയോളസിലേക്കിന്റെ പണി എന്താ? ആൽവിയോളസിന്റെ പണി എന്താ? ബ്ലഡിലേക്ക് ഓക്സിജൻ കൊണ്ടുവരിക, ബ്ലഡിലേക്ക് ഓക്സിജൻ നിറക്കുക എന്നുള്ളതല്ലേ. അപ്പോൾ ആൽവിയോളസിലേക്ക് വരുന്ന ബ്ലഡ്, ഇത് നിങ്ങളുടെ രക്തക്കുഴലാണെന്ന് വിചാരിച്ചോ. ആൽവിയോളസിലേക്ക് വരുന്ന ബ്ലഡ് എന്ത് ബ്ലഡ് ആയിരിക്കും? ഓക്സിജൻ കുറവുള്ള ബ്ലഡ് ആയിരിക്കും. കാരണം ലുക്ക്, എടാ, നിങ്ങൾ ഓൾറെഡി വിവരമുള്ള ആൾക്കാർ, നിങ്ങൾ ഇതൊക്കെ അറിയുന്ന ആൾക്കാരാണ്, നിങ്ങൾ പിന്നെ ക്ലാസ്സിന് വരണ്ടല്ലോ. നിങ്ങൾക്ക് ഇത് അറിയാത്തതുകൊണ്ടല്ലേ ക്ലാസ്സിന് വരുന്നത്. അതേമാതിരി, കാരണം എൻ്റെ പണി നിങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പം എൻ്റെ പണിക്ക് നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരുന്നത് നിങ്ങൾ അത് അറിയേണ്ട ആളുകളായതുകൊണ്ട്. ഇതേമാതിരി ആൽവിയോളസിന്റെ പണി ഓക്സിജനെ ബ്ലഡിലേക്ക് നിറക്കുക എന്നുള്ളതാണ്. അപ്പൊ ആൽവിയോളസിലേക്ക് ഓൾറെഡി ഓക്സിജൻ ഉള്ള ബ്ലഡ് വന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല. ആൽവിയോളസിലേക്ക് വരുന്ന ബ്ലഡ് ഏതായിരിക്കും? ഓക്സിജൻ കുറവുള്ള, കാർബൺ ഡൈ ഓക്സൈഡ്, നിറയെ കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ള ബ്ലഡ് ആയിരിക്കും ആൽവിയോളസിലേക്ക് വരുന്നത്. സോ ആൽവിയോളസിലേക്ക് വരുന്ന ബ്ലഡിനെ നമ്മൾ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് എന്നാ വിളിക്കുക. എന്താ വിളിക്കുക? ഡീഓക്സിജനേറ്റഡ് ബ്ലഡ്. അതായത് ഓക്സിജൻ കുറവുള്ള, നിറയെ കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ള ബ്ലഡ് ആണ് ആൽവിയോളസിലേക്ക് വരിക. ശ്രദ്ധിക്കുക മക്കളെ, അപ്പോൾ ഓക്സിജൻ കോൺസെൻട്രേഷൻ ആൽവിയോളസിൽ കൂടുതൽ, ഇവിടെ കുറവാകുമ്പോഴാണ് ഓക്സിജൻ ഇങ്ങോട്ടേക്ക് വരിക. കാർബൺ ഡൈ ഓക്സൈഡ് ഇവിടെ കൂടുതൽ, ഇവിടെ കുറവാകുമ്പോഴാണ് ഇങ്ങോട്ടേക്ക് പോകുക അല്ലേ. നോക്കൂ, നമ്മൾ കോൺസെൻട്രേഷനെ കാണിക്കാൻ പല യൂണിറ്റുകൾ യൂസ് ചെയ്യാറുണ്ട്. അതായത് ഏതൊരു കാര്യത്തെയും മെഷർ ചെയ്യാൻ പല യൂണിറ്റുകൾ യൂസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ കോൺസെൻട്രേഷൻ കാണിക്കും. ഇപ്പോൾ ഒരു ക്ലാസ്സിൽ 50 കുട്ടികളുണ്ട്, ആ ഒരു രീതിയിൽ പറയാം കോൺസെൻട്രേഷൻ. 50 പെൺകുട്ടികളുണ്ട് ഒരു ക്ലാസ്സിൽ, ആ ഒരു രീതിയിൽ പറയാം. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ആ ക്ലാസ്സിലെ മെജോറിറ്റി കുട്ടികൾ പെൺകുട്ടികളാണ്, അല്ലെ, അങ്ങനെ പറയാം. ആ ക്ലാസ്സിലെ ആൺകുട്ടികൾ കുറവാണ്, അങ്ങനെ പറയാം. അതായത് ഇവിടെ എല്ലാം ഉദ്ദേശിക്കുന്ന കോൺസെൻട്രേഷൻ ആണ് അല്ലേ. ആ രീതിയിൽ നമ്മൾ ഗ്യാസുകളുടെ സാധാരണ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, കോൺസെൻട്രേഷനെ കാണിക്കാൻ നമ്മൾ നോക്കൂ, വോളിയം പേഴ്സൻറ്റേജ്, ഗ്രാം പേഴ്സൻറ്റേജ്, മൊളാലിറ്റി, ഇങ്ങനെ പല യൂണിറ്റുകൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ അതല്ല. ഗ്യാസുകളുടെ കേസിൽ കോൺസെൻട്രേഷനെ പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റ് പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്ന യൂണിറ്റ് ആണ്. എന്താണ് പാർഷ്യൽ പ്രഷർ? ഒന്നുമില്ല, കോൺസെൻട്രേഷൻ കാണിക്കാൻ നമ്മളിപ്പോൾ ഇങ്ങനെ പറയില്ലേ, കുട്ടികളുടെ എണ്ണം വെച്ച് പെൺകുട്ടികൾ കൂടുതൽ, അല്ലെങ്കിൽ 50 പെൺകുട്ടികൾ, ഇങ്ങനെയൊക്കെ പറയുന്ന പോലെ നമ്മൾ ഉപയോഗിക്കുന്ന ഗ്യാസുകളുടെ കേസിൽ കോൺസെൻട്രേഷൻ പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടേമാണ്, ഒരു അടയാളമാണ് പാർഷ്യൽ പ്രഷർ. ഓക്കെ, സോ ഗൈസ് ലുക്ക്, ഓക്സിജന്റെ പാർഷ്യൽ പ്രഷർ, അതിനെ PO2 എന്ന് നമ്മൾ പറയാം. എന്താ പറയാ? PO2. കുട്ടികൾ ആൽവിയോളസിൽ നോക്കിയാൽ 104 മില്ലിമീറ്റർ ഓഫ് മെർക്കുറിയാണ് ആൽവിയോളസിലെ PO2 എന്ന് പറയുന്നത്. ഡീഓക്സിജനേറ്റഡ് ബ്ലഡിലെ PO2 എന്ന് പറയുന്നത് 40 മില്ലിമീറ്റർ ഓഫ് മെർക്കുറിയാണ്. 40 മില്ലിമീറ്റർ ഓഫ് മെർക്കുറിയാണ്. ക്ലിയർ അല്ലേ? അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ കൂടുതൽ, ഇവിടെ കുറവല്ലേ. അതുകൊണ്ട് തന്നെ ഓക്സിജൻ ഈസി ആയിട്ട് സിമ്പിൾ ഡിഫ്യൂഷൻ നടന്ന് ഇങ്ങോട്ടേക്ക് വരും. ക്ലിയർ അല്ലേ? ഇവിടെ ഹൈ കോൺസെൻട്രേഷൻ ആണ്, ഇവിടെ ലോ കോൺസെൻട്രേഷൻ ആണ്. നമ്മൾ ഗ്യാസുകളുടെ കേസിൽ കോൺസെൻട്രേഷൻ പറയാൻ ഉപയോഗിക്കുന്ന ഒരു ടേം ആണ് പാർഷ്യൽ പ്രഷർ കേട്ടോ. പാർഷ്യൽ പ്രഷർ ഈസ് നത്തിങ് ബട്ട് കോൺസെൻട്രേഷൻ. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി മക്കളെ, കാർബൺ ഡൈ ഓക്സൈഡിന്റെ പാർഷ്യൽ പ്രഷർ, അത് ഞാൻ PCO2 എന്നാ പറയുന്നത്. എന്താ പറയുക? PCO2 ഈ ബ്ലഡിൽ നോക്കിയാൽ 45 മില്ലിമീറ്റർ ഓഫ് മെർക്കുറിയാണ്. അങ്ങനെയാണ്, അത് അതിൻ്റെ ഒരു യൂണിറ്റ് ആട്ടോ. ഈ മില്ലിമീറ്റർ ഓഫ് മെർക്കുറി നോക്കണമെങ്കിൽ ആ കണക്ക് നോക്കിയാൽ മതി. ഇവിടുത്തെ PCO2 കാർബൺ ഡൈ ഓക്സൈഡിന്റെ പാർഷ്യൽ പ്രഷർ 40 മില്ലിമീറ്റർ ഓഫ് മെർക്കുറിയാണ്. അപ്പോൾ ഇവിടെ 45, ഇവിടെ 40. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതൽ, ഇവിടെയും മറ്റടുത്ത് കുറവാണ്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിന്റെ സിമ്പിൾ ഡിഫ്യൂഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നടക്കും. ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഡിഫ്യൂഷൻ ഓഫ് ഗ്യാസസ്, എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് നടക്കുന്നത്. അപ്പോൾ ഇതൊരു പക്ഷേ ഇതിന്റെ സിഗ്നിഫിക്കൻസ് ചോദിക്കും. എങ്ങനെയാണ്? വാട്ട് ഈസ് ദ ബയോളജിക്കൽ ഫിനോമിനൻ ഇൻവോൾവ്? സോ നമ്മൾ പറയും ദാറ്റ് ഈസ് സിമ്പിൾ ഡിഫ്യൂഷൻ. ബിക്കോസ് PO2 ഇവിടെ 104, ഇവിടെ 40, അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക്. ഇവിടെ PCO2 45, ഇവിടെ 40, അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് കാർബൺ ഡൈ ഓക്സൈഡ്. ക്ലിയർ ആണല്ലോ? ദാറ്റ്സ് ഇറ്റ്. നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ നല്ല ഐഡിയ കിട്ടും. ഇനി ഇതേപോലെ നമ്മൾ പറഞ്ഞു ബ്ലഡിൽ നിന്ന് ടിഷ്യൂലേക്ക്, അല്ലേ, ബ്ലഡിൽ നിന്ന് ടിഷ്യൂലേക്ക് ഓക്സിജൻ പോകുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ശ്രദ്ധിക്കുക, നിങ്ങളുടെ ടിഷ്യൂ, നിങ്ങളുടെ സെല്ല്, ഓക്കെ, ടിഷ്യൂ നോക്കടാ. നിങ്ങളുടെ ലങ്ങിലേക്ക്, നിങ്ങളുടെ ശ്വാസകോശത്തിലേക്ക്, നിങ്ങളുടെ ആൽവിയോളസുകളുടെ അടുത്തേക്ക് എന്താ ബ്ലഡാ വന്നത്? ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ് വന്നത്. ആ ബ്ലഡിനെ നമ്മുടെ ലങ് അല്ലെങ്കിൽ നമ്മുടെ ആൽവിയോളസ് എന്ത് ചെയ്യുമെന്നറിയോ? അതിൻ്റെ ഉള്ളിലേക്ക് നിറയെ ഓക്സിജനെ കടത്തിവിടുകയും അതിലെ കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളുകയും ചെയ്യും. അങ്ങനെ അതിനെ ഓക്സിജൻ നിറഞ്ഞ ബ്ലഡാക്കി മാറ്റും. അതാണ് നമ്മുടെ ലങ്ങിൻ്റെ പണി. ബ്ലഡിനെ ഓക്സിജൻ നിറഞ്ഞ ബ്ലഡാക്കി മാറ്റുക എന്നുള്ളതാണ് ലങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലങ്ങിൽ നിന്ന് തിരിച്ച് നിങ്ങളുടെ ടിഷ്യൂകളിലേക്ക് പോകുന്ന ബ്ലഡ് ഏതായിരിക്കും?
ലങ്ങിലേക്ക് വന്ന ബ്ലഡ് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ആണെങ്കിൽ ലങ് അതിലേക്ക് ഓക്സിജനെ നിറക്കുകയും അതിനെ ഓക്സിജനേറ്റഡ് ബ്ലഡ് ആക്കി മാറ്റുകയും ചെയ്യും. സോ ദിസ് ഈസ് ഓക്സിജനേറ്റഡ് ബ്ലഡ്. ക്ലിയർ അല്ലേ കുട്ടികളെ? താഴെ നിങ്ങളുടെ ടിഷ്യൂ ഉണ്ട്. നമുക്കറിയാം ബ്ലഡിൽ നിന്ന് ഓക്സിജനേറ്റഡ് ബ്ലഡിൽ നിന്ന് ടിഷ്യൂലേക്കാണ് ആര് പോകേണ്ടത്? ഓക്സിജൻ പോകേണ്ടത്. അതുകൊണ്ട് തന്നെ ഓക്സിജന്റെ പാർഷ്യൽ പ്രഷർ ഇൻ ഓക്സിജനേറ്റഡ് ബ്ലഡ്. നോക്കൂ, നമ്മുടെ ലങ് അല്ലെങ്കിൽ നമ്മുടെ ലങ്ങിന്റെ ഉള്ളിലുള്ള ആൽവിയോളസുകൾ ബ്ലഡിലേക്ക് നിറയെ ഓക്സിജനെ നിറച്ചു. അപ്പോഴാണ് ഇത് ഓക്സിജനേറ്റഡ് ബ്ലഡ് ആകുന്നത്. ഓക്സിജനേറ്റഡ് ബ്ലഡിലെ ഓക്സിജന്റെ പാർഷ്യൽ പ്രഷർ വളരെ കൂടുതലായിരിക്കും, കാരണം ഓക്സിജൻ നിറഞ്ഞ ബ്ലഡാണ്. ഇത് നോക്കിയാൽ 95 മില്ലിമീറ്റർ ഓഫ് മെർക്കുറി ആണ് പാർഷ്യൽ പ്രഷർ. അതായത് കാരണം ഇതിലേക്ക് നിറയെ ഓക്സിജൻ വന്ന ബ്ലഡ് ആണ് ഇത്. മനസ്സിലായില്ലേ? ടിഷ്യൂലെ PO2 നോക്കിയാൽ വെറും 40 മില്ലിമീറ്റർ ഓഫ് മെർക്കുറി ആണ്. ക്ലിയർ അല്ലേ? അപ്പൊ ഇവിടെ കൂടുതൽ, ഇവിടെ കുറവ്. അപ്പോൾ ഓക്സിജൻ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരും. മക്കളെ, കാർബൺ ഡൈ ഓക്സൈഡിന്റെ കേസ് നോക്കടാ. കാർബൺ ഡൈ ഓക്സൈഡ് ഇവിടെ 45 മില്ലിമീറ്റർ ഓഫ് മെർക്കുറി ആണ്. ഇവിടെ 40 ആണ്. അപ്പൊ ഇവിടെ കൂടുതൽ, ഇവിടെ കുറവ്. PCO2 ക്ലിയർ ആണോ? അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പോകും. ദാറ്റ്സ് ഇറ്റ്. ഇനി നിങ്ങളോട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യം ഞാൻ ചോദ്യമായിട്ട് അങ്ങോട്ട് പറയാം. ഇമാജിൻ, അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ടും വരുന്നുള്ള മനസ്സിലായി. ഇവിടെ 45, ഇവിടെ 40, അപ്പൊ ഇവിടെ കൂടുതൽ, ഇവിടെ കുറവ്. അത് മനസ്സിലായില്ലേ? ഇനി ഒരു ചോദ്യമേ ഉള്ളൂ. ഓക്സിജനേറ്റഡ് ബ്ലഡിലും ടിഷ്യൂലും ഓക്സിജന്റെ പാർഷ്യൽ പ്രഷർ സെയിം ആണെന്ന് വിചാരിക്ക്. ഒരു ചോദ്യം, എന്റെ ചോദ്യം ഇതാണ്. ഓക്സിജനേറ്റഡ് ബ്ലഡ്, ഓക്കെ, ടിഷ്യൂ, രണ്ട് ഭാഗത്തെയും PO2, ഇവിടുത്തെ PO2 50, ഇവിടെയും PO2 50, രണ്ട് ഭാഗത്തും പാർഷ്യൽ പ്രഷർ 50 ആണെങ്കിൽ ഓക്സിജന്റെ ഡിഫ്യൂഷൻ നടക്കുമോ ഇല്ലയോ? രണ്ട് ഭാഗത്തും പാർഷ്യൽ പ്രഷർ സെയിം ആയാൽ സിമ്പിൾ ഡിഫ്യൂഷൻ നടക്കുമോ ഇല്ലയോ? ദാറ്റ് ഇസ് മൈ ക്വസ്റ്റ്യൻ. വാട്ട് വിൽ ഹാപ്പൻ ടു സിമ്പിൾ ഡിഫ്യൂഷൻ ഇഫ് partial pressure of PO2 becomes same in blood, oxygenated blood and tissue? എന്താ ഉണ്ടാവുക? നടക്കില്ല. വെരി ഗുഡ്. ഡിഫ്യൂഷൻ നടക്കണമെങ്കിൽ ഒരിടത്ത് കൂടുതലും മറ്റേ സ്ഥലത്ത് കുറവ് ആവണം. ക്ലിയർ അല്ലേ? അപ്പൊ ഉത്തരം കിട്ടിയല്ലോ. രണ്ട് ഭാഗത്തും പാർഷ്യൽ പ്രഷർ സെയിം ആണെങ്കിൽ സിമ്പിൾ ഡിഫ്യൂഷൻ നടക്കത്തില്ല. നമുക്കിത് ബേസ് ചെയ്തുള്ള ചോദ്യം നോക്കാം. ഇത് നിങ്ങളുടെ NCERT തന്നുള്ള ഒരു ഡയഗ്രാട്ടോ. ഇത് ചിലപ്പോൾ ഇങ്ങനെ ചോദിച്ചേക്കാം. ഇത് ആൽവിയോളസിന്റെ വാളാണ്. ഈ ചിത്രം നന്നായേക്കും ഒരു പക്ഷേ. ഓക്കെ, ചിത്രം അങ്ങനെ ഐഡന്റിഫൈ ചെയ്യാനൊന്നും പറയാറില്ല. ഇത് ആൽവിയോളസിന്റെ വാളാണ്. ഇതാണ് നമ്മുടെ രക്തത്തിന്റെ ആ കാപ്പില്ലറി കേട്ടോ, ബ്ലഡ് കാപ്പില്ലറി. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ചെറിയ രക്തക്കൊഴലുകളെയാണ് കാപ്പില്ലറി എന്ന് പറയുക. ഞാൻ വരച്ചു തന്നിട്ടുണ്ടായിരുന്നു. അത് രണ്ടിന്റെയും ഇടയിലുള്ള സ്പേസ് ഉണ്ടല്ലോ മക്കളെ. ഇപ്പൊ ആൽവിയോളസ് ഇതാ, കാപ്പില്ലറി ഇതല്ലേ, ബ്ലഡിന്റെ കാപ്പില്ലറി. ഇത് രണ്ടിന്റെയും ഇടയിലുള്ള സ്പേസിൽ ചില മെറ്റീരിയൽസ് ഒക്കെ കിടക്കുന്നുണ്ടാവും. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ബേസ്മെന്റ് ലെയർ അല്ലെങ്കിൽ ബേസ്മെന്റ് സബ്സ്റ്റൻസ് എന്നാണ് ഇതിനെ വിളിക്കുക കേട്ടോ. ഇവരുടെ ഇടയിലുള്ള ഒരു ലെയർ ആണിത്. ഇവരുടെ ഇടയിൽ ഇതുണ്ട്, അതിന്റെ ഇടയിലുള്ള ഒരു ലെയർ ആണിത്. ദിസ് ഈസ് കോൾഡ് ബേസ്മെന്റ് ലെയർ അല്ലെങ്കിൽ ബേസ്മെന്റ് സബ്സ്റ്റൻസ് എന്നാണ് വിളിക്കുക. അവിടെ ചില മോളിക്യൂൾസിന്റെ ഒക്കെ പ്രസൻസ് കാണാം. വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല, പക്ഷേ ഈ ചിത്രത്തിലുള്ളത് കൊണ്ട് ഒരു പക്ഷേ പരീക്ഷയ്ക്ക് ഇത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ചോദിച്ചേക്കാം. വളരെ ചാൻസ് കുറവാണ്. ഇത് ജസ്റ്റ് ഞാൻ നേരത്തെ എഴുതി തന്നത് ഞാൻ വരച്ചതാണ് ഇവിടെ. നിങ്ങൾ കാണാതെ പഠിക്കണം നിർബന്ധമില്ല. ഇത് മൊത്തമൊന്നും അറ്റ്ലീസ്റ്റ് യു സ്റ്റഡി ദിസ്. ഇത് പഠിച്ചാൽ മതി. ഈ കണക്കുകൾ പഠിച്ചാൽ തന്നെ മാക്സിമം നല്ലത്. കണക്ക് ചോദിക്കാറില്ല. യൂഷ്വലി അവരങ്ങനെ കണക്കൊന്നും നമ്മളോട് ചോദിക്കാറില്ല. ഇവിടെ ചോദിച്ച ടൈപ്പ് ഓഫ് ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. നോക്കൂ, ഇവിടെ തന്നിട്ടുണ്ട് വരെ PO2 104, PCO2 40. എന്നിട്ട് ചോദിക്കുക വാട്ട് ഈസ് ദ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഇൻ ദ ആൽവിയോളാർ കാപ്പില്ലറി. ആൽവിയോളാർ കാപ്പില്ലറിയിലെ ഓക്സിജന്റെ പാർഷ്യൽ പ്രഷർ എത്രയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ തന്നിട്ടുണ്ട് അവർ PO2 40. തന്നത് എടുത്ത് എഴുതാനാടാ പരീക്ഷയ്ക്ക് ചോദിച്ചത്. അപ്പൊ തന്നെ നമുക്ക് എഴുതാം 40. നൗ നെയിം ദ ബയോളജിക്കൽ പ്രിൻസിപ്പിൾ ഇൻവോൾവ് ഇൻ ഗ്യാസ് എക്സ്ചേഞ്ച്. ഏതാ കുട്ടികളെ? പറ ഏതാ? സിമ്പിൾ ഡിഫ്യൂഷൻ. അടുത്തത് വാട്ട് ഹാപ്പൻസ് വെൻ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ബിക്കം സെയിം ഇൻ ആൽവിയോളസ് ആൻഡ് കാപ്പില്ലറി. രണ്ട് ഭാഗത്തും സെയിം ആയാൽ എന്താ? സിമ്പിൾ ഡിഫ്യൂഷൻ വിൽ നോട്ട് ടേക്സ് പ്ലേസ്. ക്ലിയർ അല്ലേ? ദാറ്റ്സ് ഓൾ അബൌട്ട് ഇറ്റ്. അടുത്ത് നമ്മൾ ഈ ചാപ്റ്ററിന്റെ അവസാന ഭാഗത്തേക്ക് പോവാണ്. ദാറ്റ് ഈസ് ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസസ്. അവസാന ഭാഗത്തിലെ 2-3 കാര്യങ്ങൾ പറഞ്ഞ ഈ ചാപ്റ്റർ തീർന്നു. ഞാൻ പറഞ്ഞില്ല, ഇതൊരു കുഞ്ഞൻ ചാപ്റ്റർ ആണ്. യു വോണ്ട് നീഡ് മച്ച്, അധികം ഒന്നും വേണ്ട, വളരെ കുറച്ചുള്ളൂ. ബയോമോളിക്യൂളിനുള്ളൂ വലുത്. ഓക്കെ, ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസസ്, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഇറ്റ്. സോ ഗൈസ്, എങ്ങനെയാണ് ആദ്യം തന്നെ നമ്മൾ നോക്കുന്നത് ഓക്സിജന്റെ ട്രാൻസ്പോർട്ട്. നന്നായി ശ്രദ്ധിച്ചു. വളരെ ഈസിയാണ്, വളരെ സിമ്പിൾ ആണ്. നമ്മുടെ ആൽവിയോളസ് എന്ന് വേഗം ശ്രദ്ധിക്കട്ടോ. ഓക്കെ, നമ്മുടെ വളരെ സിമ്പിൾ ആയിട്ടാണ് പഠിപ്പിക്കുന്നത്. നോക്കിക്കോ, നമ്മുടെ ആൽവിയോളസിൽ നിന്ന് ബ്ലഡിലേക്ക് വരുന്ന ഓക്സിജൻ ഉണ്ടല്ലോ, അതെങ്ങനെയാണ് നമ്മുടെ ടിഷ്യൂകളിലേക്ക് സഞ്ചരിക്കുന്നത്, അതാണ് നമ്മൾ നോക്കുന്നത്. നന്നായി ശ്രദ്ധിച്ചോ. ഓക്കെ, സോ ഗൈസ് ലുക്ക്, ഇവിടെ നിങ്ങളുടെ ടിഷ്യൂ ഉണ്ട്. ഇത് നിങ്ങളുടെ രക്തക്കൊഴലാണ്, ഇത് ബ്ലഡ് വെസലാണ്.
സോ നന്നായി ശ്രദ്ധിക്കുക, ഇത് ആൽവിയോളസ്. ആൽവിയോളസിൽ നിന്ന് വരുന്ന ഓക്സിജൻ, ആൽവിയോളസിൽ നിന്ന് വരുന്ന ഓക്സിജൻ, ആ ഓക്സിജന്റെ ചെറിയൊരു ശതമാനം 3%, നോക്ക് 3% ബ്ലഡിന്റെ പ്ലാസ്മ, ബ്ലഡിന്റെ വാട്ടർ പാർട്ടിനെയാണ് പ്ലാസ്മ എന്ന് പറയുക, അതിൽ ലയിച്ച് കിടക്കും, അതിൽ ഡിസോൾവ് ആയിട്ട് ഇങ്ങോട്ട് വരുന്നു, അവർ ആ ബ്ലഡിന്റെ വാട്ടറിൽ ഡിസോൾവ് ആകുന്നു. ഇപ്പോൾ വെള്ളത്തിലേക്ക് നമ്മൾ ഉപ്പിട്ടാൽ വെള്ളത്തിൽ ഉപ്പ് ഡിസോൾവ് ആവില്ല, അതുപോലെ ലയിച്ച് അലിഞ്ഞു കിടക്കും. 3% ഓക്സിജൻ, ഇങ്ങോട്ട് ടോട്ടൽ വരുന്ന ഓക്സിജന്റെ 3%. എന്നിട്ട് ഈ ബ്ലഡ് ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഇയാളും ഈ ലയിച്ച് കിടക്കുന്ന ഓക്സിജനും ഇങ്ങനെ സഞ്ചരിക്കും. അങ്ങനെ സഞ്ചരിച്ച് അയാൾ ടിഷ്യൂവിൻ്റെ അവിടെ എത്തും. ടിഷ്യൂവിൻ്റെ അവിടെ എത്തിയാൽ അയാൾ ടിഷ്യൂലേക്ക് കയറിപ്പോവും. ക്ലിയർ അല്ലേ? അത്രയേ ഉള്ളൂ 3%. ഇനി ബാക്കി 97% എന്ത് സംഭവിക്കുന്നു അതാണ് നമ്മൾ നോക്കുന്നത്. നന്നായി ശ്രദ്ധിച്ചോ. നമ്മുടെ RBCക്കകത്ത് ബാക്കി 97% എന്താ ഉണ്ടാവുക എന്ന് വെച്ചാൽ നമ്മുടെ RBC ആണിത്. നമ്മുടെ RBCക്കകത്ത് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന മോളിക്യൂൾ ഉണ്ട്. ഈ ഹീമോഗ്ലോബിനിലേക്ക് നോക്കൂ, ഓരോ ഹീമോഗ്ലോബിനിലേക്കും ഒരുപാട് കോടിക്കണക്കിന് ഹീമോഗ്ലോബിൻ മോളിക്യൂൾസ് ഓരോ RBCക്കുള്ളിലും ഉണ്ട്. നന്നായി ശ്രദ്ധിച്ചോ. ഈ വരുന്ന ഓക്സിജന്റെ 97% ഹീമോഗ്ലോബിനിലേക്ക് അറ്റാച്ച് ചെയ്യും. ഓരോ ഹീമോഗ്ലോബിനിലേക്കും 4 എണ്ണം വീതം അറ്റാച്ച് ചെയ്യും. ആൻഡ് ഇങ്ങനെ അറ്റാച്ച് ചെയ്താൽ ഈ ഒരു സ്ട്രക്ചർ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓക്സി ഹീമോഗ്ലോബിൻ. എന്താ വിളിക്കുക? ഓക്സി ഹീമോഗ്ലോബിൻ എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക. സോ ആൻഡ് ഫോം ഓക്സി ഹീമോഗ്ലോബിൻ RBCക്കുള്ളിൽ കയറിയിട്ട്. ക്ലിയർ ആണല്ലോ? എന്നിട്ടോ ഈ RBC ബ്ലഡ് ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഈ RBCയും സഞ്ചരിക്കൂലേ? ഈ RBC സഞ്ചരിച്ച് ഇവിടെ എത്തും അല്ലേ? ഇവിടെ എത്തുമ്പോൾ നോക്കൂ, ഈ ഹീമോഗ്ലോബിൻ, കോടിക്കണക്കിന് ഹീമോഗ്ലോബിൻ ഉണ്ടായ ഓരോരുത്തരിലേക്കും ഓക്സിജൻ അറ്റാച്ച് ചെയ്യും. ആ ഹീമോഗ്ലോബിനുകളെല്ലാം തന്നെ ഓക്സിജനിൽ നിന്ന് ഡിറ്റാച്ച് ആകും. അങ്ങനെ ആ ഓക്സിജനുകളൊക്കെ ഫ്രീ ആവും. അങ്ങനെ ഫ്രീ ആവുന്ന ഈ ഓക്സിജൻ മോളിക്യൂൾസ് ഇവിടെ നിന്ന് നേരെ ടിഷ്യൂലേക്ക് കയറിപ്പോവും. ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ ഇനി നോക്കൂ, ഈ RBC വീണ്ടും സഞ്ചരിച്ച് ഇവിടെ എത്തും. അപ്പൊ വീണ്ടും ഈ ഹീമോഗ്ലോബിനുകളൊക്കെ ഓക്സിജനിലേക്ക് ബൈൻഡ് ചെയ്യും, ഓക്സി ഹീമോഗ്ലോബിൻ ആവും. എന്നിട്ട് വീണ്ടും സഞ്ചരിച്ച് ടിഷ്യൂവിൽ എത്തുമ്പോൾ ഹീമോഗ്ലോബിൻ ഓക്സിജനെ ഡിസോസിയേറ്റ് ചെയ്ത് കളയും. ക്ലിയർ ആണോ? എന്നിട്ട് ഇങ്ങോട്ടേക്ക് വരും. സോ അറ്റ് ആൽവിയോളസ് ഓക്സി ഹീമോഗ്ലോബിൻ ഫോർമേഷൻ ടേക്സ് പ്ലേസ്. ക്ലിയർ അല്ലേ? ഓക്സി ഹീമോഗ്ലോബിൻ ഫോർമേഷൻ അറ്റ് ആൽവിയോളസ് അല്ലെ? ആൽവിയോളസിന്റെ അവിടെ വെച്ച് ഇവർ ഫോം ചെയ്യും. എന്നിട്ടോ ഇയാൾ ഇവിടെ ടിഷ്യൂവിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞാലോ ഡിസോസിയേഷൻ, എന്നിട്ട് ആ ഓക്സിജനെ ടിഷ്യൂവിന് വിട്ടുകൊടുക്കും. ഡിസോസിയേഷൻ അറ്റ് ടിഷ്യൂ. ക്ലിയർ ആണോ? അപ്പൊ ഇങ്ങനെയാണ് ട്രാൻസ്പോർട്ട് നടക്കുന്നത്. 97% ഇൻ ദ ഫോം ഓഫ് ഓക്സി ഹീമോഗ്ലോബിൻ. ഞാൻ ഓക്സി HB എന്ന് എഴുതിയിട്ടുള്ളൂ, നിങ്ങളത് ഓക്സി ഹീമോഗ്ലോബിൻ എന്ന് വായിക്കണം. വളരെ സിമ്പിൾ അല്ലേ മക്കളെ? എസ് ഓർനോ? അപ്പൊ നമ്മുടെ സയന്റിസ്റ്റുകൾ ഇങ്ങനെ ആലോചിച്ചു കേട്ടോ, ആൽവിയോളസിന്റെ അവിടെ വെച്ച് ഓക്സി ഹീമോഗ്ലോബിൻ ഫോം ചെയ്യുന്നുണ്ട്, ടിഷ്യൂവിൽ വെച്ച് ഓക്സി ഹീമോഗ്ലോബിൻ ഡിസോസിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്തൊക്കെ കാരണം കൊണ്ടാണ് ഇവിടെ ഓക്സി ഹീമോഗ്ലോബിൻ ഫോർമേഷൻ നടക്കുന്നത്, എന്തൊക്കെ കാരണം കൊണ്ടാണ് ഇവിടെ ഡിസോസിയേഷൻ നടക്കുന്നതെന്ന് അവർ ചിന്തിച്ചു. ക്ലിയർ അല്ലേ? അപ്പോൾ അവർക്ക് മനസ്സിലായ കാര്യം എന്താണെന്നറിയോ? മറ്റിടത്ത് ഫോർമേഷൻ നടക്കാനുള്ള കാരണം ആൽവിയോളസിൽ അവിടെ ഓക്സിജൻ നിരന്തരമായിട്ട് ഇങ്ങോട്ട് വരികയല്ലേ, കാർബൺ ഡൈ ഓക്സൈഡ് ഇവിടുന്ന് പുറം തള്ളപ്പെടുകയല്ലേ ആൽവിയോളസിലെ. അപ്പൊ ആൽവിയോളസിന്റെ അവിടുത്തെ ബ്ലഡിൽ ഓക്സിജൻ കോൺസെൻട്രേഷൻ, ഓക്സിജന്റെ പാർഷ്യൽ പ്രഷർ കൂടുതലും, കാർബൺ ഡൈ ഓക്സൈഡ് പുറം തള്ളപ്പെടുന്നതുകൊണ്ട് കാർബൺ ഡൈ ഓക്സൈഡിന്റെ പാർഷ്യൽ പ്രഷർ കുറവുമാണെന്ന് മനസ്സിലായി. ക്ലിയർ അല്ലേ? അപ്പൊ നോക്കൂ, ആൽവിയോളസിന്റെ അവിടെ ഫോർമേഷൻ നടക്കാനുള്ള കാരണം ഒന്ന് ഹൈ PO2, നിരന്തരമായിട്ട് ആ ബ്ലഡിലേക്ക് ഓക്സിജൻ ഇങ്ങനെ ആൽവിയോളസിന് വരുന്നതുകൊണ്ട് PO2 കൂടുതലാണ്. ആ ബ്ലഡിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് റിമൂവ് ആകുന്നതുകൊണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് കോൺസെൻട്രേഷൻ കുറവാണെന്ന് മനസ്സിലായി. ക്ലിയർ അല്ലേ? ദാറ്റ്സ് ഇറ്റ്. CO2 ഇങ്ങനെ റിമൂവ് ആവില്ല, അപ്പൊ ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് കുറവായിരിക്കും. ഇനിയുണ്ട്, നിങ്ങളുടെ ബോഡിയിൽ ഏത് ഭാഗത്ത് കാർബൺ ഡൈ ഓക്സൈഡ് കുറഞ്ഞാലും ആ ഭാഗത്ത് H+ അളവും കുറയും. ക്ലിയർ അല്ലേ? കാർബൺ ഡൈ ഓക്സൈഡ് എവിടെ കുറവുണ്ട് അവിടെ H+ കോൺസെൻട്രേഷനും കുറവായിരിക്കും. ഇനി ശ്രദ്ധി കുട്ടികളെ, അവിടുത്തെ ടെമ്പറേച്ചറും ആൽവിയോളസിലെ ടെമ്പറേച്ചറും മറ്റ് ടിഷ്യൂകളുമായി അപേക്ഷിച്ച് കുറവാണ്. അപ്പോൾ ലോ ടെമ്പറേച്ചർ. അപ്പോൾ ഫാക്ടേഴ്സ് ഫേവറിങ് ദെയർ ഫോർമേഷൻ, ഓക്സി ഹീമോഗ്ലോബിൻ ഫോർമേഷനെ ഫേവർ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് പറഞ്ഞേ? ഹൈ ഓക്സിജൻ അവിടെ ഉണ്ട്. ആൽവിയോളസിൽ എന്തൊക്കെയാണ് നോക്കിയാൽ ഹൈ PO2, ലോ PCO2, കാർബൺ ഡൈ ഓക്സൈഡ് കോൺസെൻട്രേഷൻ കുറവാണ്, അതുകൊണ്ട് തന്നെ ലോ H+ കോൺസെൻട്രേഷൻ. ക്ലിയർ അല്ലേ? ലോ ടെമ്പറേച്ചർ, അതുകൊണ്ട് അവിടുത്തെ ടെമ്പറേച്ചറും അവിടെ കുറവാണ്. ക്ലിയർ അല്ലേ? ഇനി ടിഷ്യൂവിൽ വന്ന് അതിന്റെ ഓപ്പോസിറ്റ് ആണ്. ടിഷ്യൂവിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിരന്തരമായിട്ട് ഇവിടുത്തെ ഓക്സിജൻ ഒക്കെ ടിഷ്യൂവിലേക്ക് പോവാണ്, അപ്പൊ PO2 കുറവാണ്, ലോ PO2.
ടിഷ്യൂവിൽ നിന്ന് നിരന്തരമായി കാർബൺ ഡൈ ഓക്സൈഡ് ഇങ്ങോട്ടേക്ക് വരും ഈ ബ്ലഡിലേക്ക്. അപ്പോൾ അവിടുത്തെ ബ്ലഡിൽ ഹൈ PCO2 ഒക്കെ ഇതിൻ്റെ ഓപ്പോസിറ്റ്, അങ്ങനെ ഓർത്താലും മതി. PCO2 കൂടിയ H+ കോൺസെൻട്രേഷൻ കൂടും, ഹൈ H+ കോൺസെൻട്രേഷൻ. അവിടെ ടെമ്പറേച്ചറും കൂടുതലാണ്. ആൽവിയോളസുമായി കമ്പയർ ചെയ്യുമ്പോൾ ടിഷ്യൂവിൽ ടെമ്പറേച്ചർ കൂടുതൽ. ഇത് സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യം കേട്ടോ, സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. ലുക്ക്, ലിസ്റ്റ് ദ മേജർ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡിസോസിയേഷൻ ഓഫ് ഓക്സിജൻ ഫ്രം ഓക്സി ഹീമോഗ്ലോബിൻ. ഡിസോസിയേഷനെ ഫേവർ ചെയ്യുന്ന ഫാക്ടേഴ്സ് ചോദിച്ച് എന്താ? ഹൈ PCO2, ഡിസോസിയേഷൻ ഹൈ PCO2, ലോ PO2. PCO2 ഹൈ ആയാൽ ഹൈ H+, അവിടെ H+ കൂടുതലാവും, H+ കോൺസെൻട്രേഷൻ. പിന്നെ ഹൈ ടെമ്പറേച്ചർ, അവിടെ ടെമ്പറേച്ചറും കൂടുതലാണ്. ക്ലിയർ അല്ലേ? ദാറ്റ്സ് ഓൾ. ഇംപ്രൂവ്മെന്റ് ചോദ്യമാണ്. ഇനി ഈ ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ തവണ ചോദ്യം ചോദിച്ചുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് അല്ലെങ്കിൽ ODC. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് കേട്ടോ. 1 സെക്കൻഡ് ഗൈസ്. ഓക്കെ, സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഓക്സിജൻ ഡിസോസിയേഷൻ കർവ്. നന്നായി ശ്രദ്ധിച്ചു, വളരെ ഈസി. ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഗ്രാഫാണ്. ഈ ഗ്രാഫിൽ നമ്മൾ എന്താ ചെയ്യാന്ന് പറയുക, നന്നായി ശ്രദ്ധിക്കുക. ഈ ഗ്രാഫിൽ X ആക്സിസിൽ നമ്മൾ PO2 എടുക്കും. X ആക്സിസിൽ എന്താ എടുക്കുക? PO2 കേട്ടോ. ഓക്കെ, പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ. Y ആക്സിസിൽ നമ്മൾ എടുക്കുന്നത് പെർസെൻറ്റേജ് സാച്ചുറേഷൻ, ഓഫ് ഹീമോഗ്ലോബിൻ വിത്ത് ഓക്സിജൻ. ഓക്സിജനും ഹീമോഗ്ലോബിനും തമ്മിലുള്ള പെർസെൻറ്റേജ് സാച്ചുറേഷൻ. ഞാൻ +1 പഠിക്കുമ്പോൾ എനിക്ക് ഒട്ടും പിടികിട്ടാത്തൊരു കാര്യമായിരുന്നത്, എന്താണ് ദൈവമേ ഈ പെർസെൻറ്റേജ് സാച്ചുറേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ വിത്ത് ഓക്സിജൻ എന്നുള്ളത് Y ആക്സിസിലും PO2 X ആക്സിസിലും എടുത്ത് വരക്കുന്ന ഗ്രാഫാണ് ഓക്സിജൻ ഡിസോസിയേഷൻ കർവ്. ODC എന്താ വെച്ചാൽ നിങ്ങൾ അത്ര പറഞ്ഞാൽ മതി, അത്രേ പറയുന്നു. വാട്ട് ഈസ് ODC എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് എ ഗ്രാഫ് പ്ലോട്ടഡ് ബിറ്റ്വീൻ പെർസെൻറ്റേജ് സാച്ചുറേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ വിത്ത് ഓക്സിജൻ ഓൺ Y ആക്സിസ് ആൻഡ് PO2 ഓൺ X ആക്സിസ്. അത്ര പറഞ്ഞാൽ മതി, അതാണ് ODC. സോ ഗൈസ്, എന്താ ഈ പെർസെൻറ്റേജ് സാച്ചുറേഷൻ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഒരു ടെസ്റ്റ് ട്യൂബ് എടുക്കുന്നു, ആ ടെസ്റ്റ് ട്യൂബിൽ ബ്ലഡ് എടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്ര ബ്ലഡ് നിങ്ങൾ എടുത്തു. ഈ ബ്ലഡിൽ 100 ഹീമോഗ്ലോബിൻ മോളിക്യൂൾ ഉണ്ടെന്ന് വിചാരിക്ക്, 100 HB മോളിക്യൂൾ ഉണ്ടെന്ന് വിചാരിക്ക്. ഈ 100 ഹീമോഗ്ലോബിനിലെ 100 HB കേട്ടോ, HBയിലെ B നമ്മൾ സ്മോൾ ലെറ്റർ ആയിട്ട് എഴുതല്. അപ്പൊ 100 ഹീമോഗ്ലോബിനിലെ 100 എണ്ണത്തിലേക്കും ഓക്സിജൻ ബൈൻഡ് ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മൾ പറയും പെർസെൻറ്റേജ് സാച്ചുറേഷൻ 100% പറയും. ഇനി ഈ 100 ഹീമോഗ്ലോബിനിലെ 50 എണ്ണത്തിലേക്ക് ഓക്സിജൻ ബൈൻഡ് ആയിട്ടുള്ളെങ്കിൽ പെർസെൻറ്റേജ് സാച്ചുറേഷൻ 50 ആണെന്ന് പറയും. ഇതിൽ 20 എണ്ണത്തിലേക്ക് ഓക്സിജൻ ബൈൻഡ് ആയിട്ടുള്ളെങ്കിൽ പെർസെൻറ്റേജ് സാച്ചുറേഷൻ 20 എന്ന് പറയും. അപ്പോൾ ഇതിന് മനസ്സിലായ കാര്യം എന്താ? എത്രത്തോളം ഹീമോഗ്ലോബിനിലേക്ക്, ടോട്ടൽ ഹീമോഗ്ലോബിൻ്റെ എത്ര ശതമാനത്തിലേക്ക് ഓക്സിജൻ ബൈൻഡ് ആയിട്ടുണ്ട്, അതിനെയാണ് നമ്മൾ പെർസെൻറ്റേജ് സാച്ചുറേഷൻ ഓഫ് ഓക്സിജൻ വിത്ത് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. ഏതായാലും ഇത് രണ്ടും എടുത്ത് വരക്കുന്ന ഗ്രാഫിനെയാണ് ODC. അപ്പോൾ വാട്ട് ഈസ് ODC എന്ന് വെച്ചാൽ ഉത്തരം കിട്ടിയല്ലോ. ഇറ്റ്സ് എ ഗ്രാഫ് പ്ലോട്ടഡ് ബിറ്റ്വീൻ പെർസെൻറ്റേജ് സാച്ചുറേഷൻ ഓഫ് ഓക്സിജൻ വിത്ത് ഹീമോഗ്ലോബിൻ അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ വിത്ത് ഓക്സിജൻ ഓൺ Y ആക്സിസ് ആൻഡ് PO2 ഓൺ X ആക്സിസ്. ഇതേപോലെ പഠിക്കണം ഡെഫിനിഷൻ. ഇനി നിങ്ങൾ ODCയുടെ ഗ്രാഫ് വരച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഗ്രാഫാണ് കിട്ടുക. ഈ ഒരു ഷേപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സിഗ്മോയിഡ് കർവ്. എന്താ വിളിക്കുക കുട്ടികളെ? സിഗ്മോയിഡ് കർവ്. സോ ദ ഷേപ്പ് ഓഫ് ODC എന്താ വെച്ചാൽ ഞങ്ങൾ എന്താ പറയുക? സിഗ്മോയിഡ് കർവ്. സിഗ്മോയിഡ് കർവ് എന്നാണ് നമ്മൾ ഈ ഒരു ഷേപ്പിനെ വിളിക്കുക. അപ്പൊ അടുത്ത ചോദ്യം, വാട്ട് ഈസ് ഷേപ്പ് ഓഫ് ODC? ക്ലിയർ അല്ലേ കുട്ടികളെ? ഇനി നമ്മളോട് അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ODC? അപ്പൊ ഇത് ഷേപ്പ് എന്താണ് ODC എന്ന് ചോദിച്ചാൽ, അപ്പോൾ നിങ്ങളോട് ചോദിക്കും ഒന്ന് ഷേപ്പ് എന്താ ചോദിക്കും, രണ്ട് ഡെഫിനിഷൻ അല്ലെ, ഡെഫിനിഷൻ, ODCയുടെ ഡെഫിനിഷൻ. അപ്പൊ നിങ്ങൾ പറയുന്നത് ഇങ്ങനെ ഒരു ഗ്രാഫ് ആണെന്ന് പറയുന്നതാണ് ഡെഫിനിഷൻ. ഇനി ചോദിക്കുക, വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ODC? ODCയുടെ സിഗ്നിഫിക്കൻസ് എന്താണെന്നാണ് അടുത്ത ചോദ്യം. സോ സിഗ്നിഫിക്കൻസ് ചോദിച്ചാൽ വളരെ മസ്റ്റ് ആണ്, നിങ്ങൾ പഠിക്കണം. ഇറ്റ് ഈസ് യൂസ്ഡ് ടു സ്റ്റഡി the effects of various factors on oxyhemoglobin formation and dissociation. ഓക്സിഹീമോഗ്ലോബിൻ ഫോർമേഷനിലും ഡിസോസിയേഷനിലും വ്യത്യസ്ത ഫാക്ടേഴ്സിന്റെ റോൾ എന്താണെന്ന് അറിയാൻ നിങ്ങൾക്ക് ODC യൂസ് ചെയ്യാം. ODCയുടെ സിഗ്നിഫിക്കൻസ് അതെന്താ? അതായത് ഇപ്പൊ നിങ്ങളുടെ ശരീരത്തിലെ ടെമ്പറേച്ചർ കൂട്ടിയാൽ നിങ്ങൾക്ക് അറിയാം, ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി പഠിപ്പിച്ചു തന്നു, ഓക്സിജനും ഹീമോഗ്ലോബിനും തമ്മിലുള്ള ഡിസോസിയേഷൻ ആണ് നടക്കുക, നിങ്ങൾ പഠിച്ചു ശരിയല്ലേ? ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ ഡിസോസിയേഷൻ ആണെന്ന് പഠിച്ചു. സപ്പോസ് നിങ്ങൾക്ക് അത് അറിയില്ല എന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? ഏതൊരു മനുഷ്യന്റെയും ഒരു നോർമൽ ODCയുടെ ഒരു ഷേപ്പ്, ഒരു ഗ്രാഫ് ഉണ്ടാവും, അത് നിങ്ങൾക്ക് അവൈലബിൾ ആകും. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു മനുഷ്യന്റെ ബോഡിയിലെ ടെമ്പറേച്ചർ എങ്ങനെയെങ്കിലുമൊക്കെ കൂട്ടുക.
എങ്ങനെയെങ്കിലും അല്ലെങ്കിൽ ഒരു മനുഷ്യന് പനിയുള്ള സമയത്ത് അയാളുടെ ODC, അയാളുടെ വ്യത്യസ്ത പെർസെൻറ്റേജ് സാച്ചുറേഷനും PO2 വാല്യൂ ഒക്കെ എടുത്ത് അയാളുടെ ODC വരച്ചാൽ ആ ODC ഇങ്ങനെ ഉണ്ടാവും. നോർമലി ഉള്ള ODCയേക്കാൾ കുറച്ചുകൂടെ റൈറ്റിലേക്കായിരിക്കും ആ ഗ്രാഫ് കിട്ടുക. സിഗ്മോയിഡ് ഷേപ്പ് തന്നെ ആയിരിക്കും, പക്ഷെ റൈറ്റ് സൈഡിലേക്കായിരിക്കും ഗ്രാഫ് കിട്ടുക. അതായത് ടെമ്പറേച്ചർ കൂടിയ ഓക്സി ഹീമോഗ്ലോബിൻ ഡിസോസിയേഷൻ ആണ് ഫേവർ ചെയ്യപ്പെടുക. ഓക്സി ഹീമോഗ്ലോബിൻ ഡിസോസിയേഷൻ ഫേവർ ചെയ്യപ്പെടുന്ന ഒരു ഫാക്ടർ നിങ്ങളുടെ ബോഡിയിൽ ഉണ്ടായാൽ ODC നോർമലിൽ നിന്ന് റൈറ്റിലേക്ക് മാറും. അത്രയേ ഉള്ളൂ. നിങ്ങളുടെ ബോഡിയിൽ കാർബൺ ഡൈ ഓക്സൈഡ് കൂടിയാൽ ഡിസോസിയേഷൻ അല്ലേ ഫേവർ ചെയ്യപ്പെടുക, ഹൈ PCO2 അല്ലേ? അപ്പൊ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഒരു ODC വരച്ച ODC റൈറ്റിലേക്ക് മാറും. സോ ODC ഗ്രാഫ് നോർമലിൽ നിന്ന് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങളുടെ ബോഡിയിൽ ഡിസോസിയേഷനെ ഫേവർ ചെയ്യുന്ന ഫാക്ടേഴ്സിന്റെ അളവ് കൂടി എന്നാണ്. ക്ലിയർ അല്ലേ? ഇനി അപ്പൊ അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ODC റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യിപ്പിക്കുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെ വെച്ചാൽ തന്നെ പറയാം. ഹൈ PCO2, ഹൈ H+ കോൺസെൻട്രേഷൻ, ഹൈ ടെമ്പറേച്ചർ, ഇതൊക്കെ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യിക്കും. അപ്പോൾ ഓരോ ഫാക്ടറും ഓക്സി ഹീമോഗ്ലോബിൻ ഡിസോസിയേഷനെയാണ് ഫേവർ ചെയ്യുന്നത് നമ്മൾ നോക്കണമെങ്കിൽ ഗ്രാഫ് റൈറ്റിലേക്ക്, നോർമലിൽ നിന്ന് റൈറ്റിലേക്ക് പോയാൽ നോക്കിയാൽ മതി. ഇനി നിങ്ങളുടെ ബോഡിയിൽ ഫോർമേഷനെ ഫേവർ ചെയ്യുന്ന ഫാക്ടേഴ്സ് കൂടും. ഇപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് കോൺസെൻട്രേഷൻ ബോഡിയിൽ കുറയുക, അല്ലെങ്കിൽ ടെമ്പറേച്ചർ ബോഡിയിൽ വല്ലാതെ കുറയുക, അങ്ങനെയൊക്കെ കുറഞ്ഞ അവസ്ഥയിൽ നിങ്ങൾ ഗ്രാഫ് വരച്ചാൽ ഗ്രാഫ് ഇങ്ങനെ ഉണ്ടാവും. സോ ദിസ് ഈസ് ലെഫ്റ്റ് ഷിഫ്റ്റ്. നിങ്ങൾ നോക്കുന്നത് ലെഫ്റ്റ് സൈഡാണ്, എൻ്റെ ലെഫ്റ്റ് ആണിത്. നിങ്ങൾ വരക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലെഫ്റ്റ് ആയിട്ട് തോന്നും. സോ ലെഫ്റ്റ് ഷിഫ്റ്റ്. അപ്പൊ ഗ്രാഫ് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ആയി എന്ന് പറഞ്ഞാൽ ഓക്സി ഹീമോഗ്ലോബിൻ ഫോർമേഷനെ ഫേവർ ചെയ്യുന്ന ഫാക്ടേഴ്സ് ബോഡിയിൽ കൂടി എന്നാണ് അർത്ഥം. ക്ലിയർ അല്ലേ? അപ്പൊ ഇങ്ങനെ ഓരോ ഫാക്ടേഴ്സും അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ എന്ന് അറിയാനാണ് നമ്മൾ എന്താക്കുന്നത്, ഇത് യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ലുക്ക് വാട്ട് ഈസ് ഡെപ്പിക്റ്റഡ് ബൈ ദിസ് ഗ്രാഫ്. ഈ ഗ്രാഫ് എന്താ? This is ODC. Write any 3 factors which can alter this graph. ഏതെങ്കിലും 3 ഫാക്ടർ. അപ്പോൾ ഏതെങ്കിലും 3 ഫാക്ടർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ മതി. ടെമ്പറേച്ചർ അല്ലേ? ടെമ്പറേച്ചർ കൂടിയാൽ റൈറ്റിലേക്ക് പോകും, ടെമ്പറേച്ചർ കുറഞ്ഞാൽ ലെഫ്റ്റിക്ക്. ദെൻ PCO2 കൂടിയാൽ റൈറ്റിക്ക്, കുറഞ്ഞാൽ ലെഫ്റ്റിക്ക്. ദെൻ അടുത്തത് H+ കോൺസെൻട്രേഷൻ, കൂടിയാൽ റൈറ്റിക്ക്, കുറഞ്ഞാൽ ലെഫ്റ്റിക്ക്. ക്ലിയർ അല്ലേ കുട്ടികളെ? ദാറ്റ്സ് ഇറ്റ്. അത്രേ ഉള്ളൂ. ഇനി അടുത്താണ് അവസാനത്തത് കാർബൺ ഡൈ ഓക്സൈഡ് ട്രാൻസ്പോർട്ട്. ഇത് ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ തവണ ചോദ്യം ചോദിച്ചുള്ള കാര്യമാണ് ODC. ODC ആണ് ഏറ്റവും കൂടുതൽ തവണ ചോദ്യം ചോദിച്ചിട്ടുള്ളത്. നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ട്രാൻസ്പോർട്ട്. ഇതേപോലെ വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാവുന്ന ഒരു കാര്യമാണ് കാർബൺ ഡൈ ഓക്സൈഡ് ട്രാൻസ്പോർട്ട്. ശ്രദ്ധിക്കുക. ദിസ് ഈസ് യുവർ ആൽവിയോളസ്. ഓക്കെ, യു ഗോട്ട് യുവർ ആൽവിയോളസ്. ബ്ലഡ് ഇവിടെ ഉണ്ട്. ഓക്കെ, റൈറ്റ്. ലുക്ക്, ഇവിടെ നിങ്ങളുടെ ടിഷ്യൂ ഉണ്ട്. നന്നായി ശ്രദ്ധിച്ചു മക്കളെ, ഇവിടെ ടിഷ്യൂ ഉണ്ട്. റെഡി അല്ലേ? സോ ഗൈസ് ലുക്ക്, കം ഹിയർ. നിങ്ങളുടെ ടിഷ്യൂവിൽ നിന്ന് വരുന്ന കാർബൺ ഡൈ ഓക്സൈഡ് നന്നായി നോക്കിക്കോ. ടിഷ്യൂവിൽ നിന്ന് വരുന്ന കാർബൺ ഡൈ ഓക്സൈഡ്, ആ കാർബൺ ഡൈ ഓക്സൈഡിന്റെ 7% ബ്ലഡിന്റെ പ്ലാസ്മയിൽ വെള്ളത്തിൽ ലയിച്ച് കിടക്കും. എന്നിട്ട് ഈ ബ്ലഡ് ഇങ്ങനെ സഞ്ചരിക്കുമല്ലോ. ബ്ലഡ് സഞ്ചരിച്ച് അവസാനം ടിഷ്യൂലേക്ക് ആൽവിയോളസിലേക്ക് എത്തും. അപ്പൊ ആ കാർബൺ ഡൈ ഓക്സൈഡ് ലയിച്ച് കിടക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ഇവിടെ ഉണ്ടാവും, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരും, ആൽവിയോളസിനെ പുറന്തള്ളും. അപ്പൊ ഇങ്ങനെയാണ് 7% ട്രാൻസ്പോർട്ട് നടക്കുന്നത്. 7% ഡിസോൾഡ് ഇൻ പ്ലാസ്മയിൽ ഡിസോൾവ് ആയിട്ടാണ് 7% ട്രാൻസ്പോർട്ട് നടക്കുന്നത്. ക്ലിയർ അല്ലേ? ഇനി ബാക്കി ഒരു 20 മുതൽ 25% ട്രാൻസ്പോർട്ട് എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം. നന്നായി ശ്രദ്ധിച്ചോ. നമ്മൾ നേരത്തെ ഓക്സിജൻ ട്രാൻസ്പോർട്ട് പറഞ്ഞപ്പോൾ ഒരു കാര്യം ഞാൻ പറഞ്ഞു തന്നിരുന്നു. എന്താ പറഞ്ഞു തന്നത്? ലുക്ക്, ടിഷ്യൂലേക്ക് എത്തുമ്പോൾ ഹീമോഗ്ലോബിൻ ഓക്സിജനെ മൊത്തം വിട്ടുകൊടുക്കും അല്ലേ? എന്നിട്ട് ഹീമോഗ്ലോബിൻ ഫ്രീ ആവുമെന്ന് നമ്മൾ പറഞ്ഞില്ലേ? ആ ഫ്രീ ആയി നിൽക്കുന്ന ഹീമോഗ്ലോബിൻ ഇവിടെ ഉണ്ടാവും ടിഷ്യൂല്. ആ ഹീമോഗ്ലോബിനിലേക്ക് കയറിയിട്ട് അറ്റാച്ച് ചെയ്യും. ഒരു 20 to 25% ആ ഹീമോഗ്ലോബിനിലേക്ക് അറ്റാച്ച് ചെയ്യും. എന്നിട്ടോ ആ ഹീമോഗ്ലോബിൻ സഞ്ചരിച്ച് അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് നേരെ ആ ഹീമോഗ്ലോബിനിലേക്ക് അറ്റാച്ച് ചെയ്യും. കാരണം ഹീമോഗ്ലോബിൻ ഫ്രീ ആയി ഓക്സിജനെ വിട്ടു കൊടുത്തിട്ട്. ദെൻ അയാൾ നേരെ സഞ്ചരിച്ച് ഇങ്ങോട്ടേക്ക് എത്തും. ഇങ്ങോട്ടേക്ക് എത്തുമ്പോഴോ അതേണ്ടേ ഹീമോഗ്ലോബിൻ ഇവിടെ ആരെ ഡിസോസിയേറ്റ് ചെയ്യുന്ന അറിയോ? കാർബൺ ഡൈ ഓക്സൈഡിനെ ഡിസോസിയേറ്റ് ചെയ്യും. കാർബൺ ഡൈ ഓക്സൈഡിനെ അങ്ങോട്ട് ഡിറ്റാച്ച് ചെയ്യും. ആ കാർബൺ ഡൈ ഓക്സൈഡ്സിനൊക്കെ ഇങ്ങോട്ടേക്ക് കയറിപ്പോവാം. CO2 ഇങ്ങോട്ട് കയറിപ്പോവാം. ക്ലിയർ അല്ലേ? അങ്ങനെയാണ് ഒരു 20 to 25% ട്രാൻസ്പോർട്ട് നടക്കുന്നത്. സോ ദാറ്റ് ഈസ് കോൾഡ് കാർബമീനോ ഹീമോഗ്ലോബിൻ. കേട്ടോ, ഹീമോഗ്ലോബിനും കാർബൺ ഡൈ ഓക്സൈഡും കൂടെ അറ്റാച്ച് ചെയ്താൽ കിട്ടുന്നതാണ് കാർബമീനോ ഹീമോഗ്ലോബിൻ. ക്ലിയർ അല്ലേ? അപ്പൊ ഇവിടെ ഫോം ചെയ്യും, ടിഷ്യൂല് ഫോം ചെയ്യും, ആൽവിയോളസ് എത്തുമ്പോൾ ഡിസോസിയേറ്റ് ചെയ്യും. എങ്ങനെയാണോ ഇവര് താങ്ക് യു സൗമ്യ പറഞ്ഞു, എനിക്ക് ക്ലാസ് ഇഷ്ടമായി, വളരെ നല്ല ക്ലാസ്, താങ്ക് യു സൗമ്യ. അപ്പൊ ഇവിടെ വെച്ച് അവരെന്ത് ചെയ്യും?
ഫോം ചെയ്യും, ഇവിടെ വെച്ച് അവർ ഡിസോസിയേറ്റ് ചെയ്യും. വളരെ സിമ്പിൾ. ഓക്സിജന്റെ ട്രാൻസ്പോർട്ട് എങ്ങനെയാണോ നടന്നത് അതേപോലെ. അങ്ങനെ ഒരു എല്ലാവരും ഇല്ല, 25% ഇങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നുള്ളൂ. ബാക്കി 70% എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. ശ്രദ്ധിച്ചോ, ബാക്കി 70% ഉണ്ടല്ലോ, ഏകദേശം ശ്രദ്ധിക്ക്, അവര് RBCന്റെ ഉള്ളിലേക്ക് തന്നെ കയറും. നന്നായി ശ്രദ്ധിച്ചു, അവർ ഈ RBCന്റെ ഉള്ളിലേക്ക് തന്നെ കയറും. എന്നിട്ടോ നന്നായി ശ്രദ്ധിച്ചോ, അവർ ഹീമോഗ്ലോബിനിലേക്കൊന്നും അറ്റാച്ച് ചെയ്യൂല. ഹീമോഗ്ലോബിനിലേക്ക് 25% അറ്റാച്ച് ചെയ്യുള്ളൂ. അവരിവിടെ വന്ന് ഡിസോസിയേറ്റ് ചെയ്യും, ഇങ്ങനെ പോകും. അത് പറഞ്ഞു. ഇനി 70% RBCയിലേക്ക് കയറുന്നുണ്ട്, പക്ഷെ ഹീമോഗ്ലോബിനിലേക്ക് അറ്റാച്ച് ചെയ്യുന്നില്ല. പകരം RBCക്കകത്ത് അവരെന്താ ചെയ്യാന്നറിയോ? ശ്രദ്ധിച്ചോ, ആ കാർബൺ ഡൈ ഓക്സൈഡ് RBCക്കകത്തേക്ക് കയറിയിട്ട് RBCക്കകത്ത് വെച്ച് വാട്ടറുമായിട്ട് റിയാക്ഷൻ നടക്കും. ഇതൊരു റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ് കേട്ടോ. ഉഭയദിശാ പ്രവർത്തനം എന്ന് പറയും, റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. അങ്ങനെ റിയാക്ഷൻ നടന്ന് H2CO3 എന്ന് പറയുന്ന മോളിക്യൂൾ ഉണ്ടാകും. ഈ H2CO3 വീണ്ടും റിയാക്ഷൻ നടക്കും. എന്നിട്ട് H+ഉം HCO3- മാറും. അപ്പൊ മക്കളെ, നിങ്ങളുടെ RBCക്കകത്ത് ഞാൻ സിമ്പിൾ ലെവലിലാണ് പഠിപ്പിക്കുന്നത്. ഇതേ കാര്യം ഞാൻ എൻട്രൻസിനൊക്കെ പഠിപ്പിക്കൽ വേറൊരു എക്സ്ട്രീം ലെവലിലാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട്. കേരള ബോർഡ് എക്സാമിന് സിമ്പിൾ ആയിട്ട് നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം. കുറെ 70% കാർബൺ ഡൈ ഓക്സൈഡ് ഇതേ RBCകളിലേക്ക് കയറിപ്പോയി എന്ത് രൂപത്തിലേക്ക് മാറും? HCO3- രൂപത്തിലേക്ക് മാറും. കണ്ടോ, HCO3- ആയിട്ട് മാറും. ദിസ് ഈസ് കോൾഡ് ബൈകാർബണേറ്റ് അയോൺ. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബൈകാർബണേറ്റ് അയോൺ. ഇതിനെ ബൈകാർബണേറ്റ് അയോൺ എന്നാണ് വിളിക്കുക. ക്ലിയർ അല്ലേ? ഇനി ശ്രദ്ധിക്ക്, ഇതൊരു റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. ആ റിവേഴ്സിബിൾ റിയാക്ഷന്റെ ഫലമായിട്ടാണ് ബൈകാർബണേറ്റ് അയോൺ ആയിട്ട് മാറുക 70%. ഇനി ഈ RBC സഞ്ചരിച്ച് ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ ഈ റിയാക്ഷൻ ബാക്കിലേക്ക് നടക്കുകയും ഈ ബൈകാർബണേറ്റ് H+ കൂടി ചേർന്ന് H2CO3 ആവും. അവസാനം H2Oയും CO2 ആയിട്ട് മാറും. ഈ ബൈകാർബണേറ്റ് മൊത്തം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇതേ റിയാക്ഷൻ മുന്നിലോട്ട് എങ്ങനെ നടന്നോ അതേ രീതിയിൽ HCO3 H+മായി കൂടി ചേർന്ന് ഇങ്ങനെയാവും, പിന്നെ ഇങ്ങനെയാവും. എന്നിട്ട് ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ബാക്കി കിട്ടും നിങ്ങൾക്ക്. ആ കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ ഇങ്ങോട്ടേക്ക് കയറിപ്പോവും. ക്ലിയർ ആണോ കുട്ടികളെ? അപ്പൊ ഇവിടെ മുന്നോട്ടേക്ക് നടക്കും, ഫോർവേഡ് ഡിറക്ഷൻ. This reaction takes place in forward direction at tissue. And when the same RBC reach alveolus, the reaction takes place in backward direction and carbon dioxide is formed. And this carbon dioxide enter alveolus. I hope it is clear. അപ്പോൾ ഇതാണ് ബൈകാർബണേറ്റ് അയോൺ രൂപത്തിൽ. അങ്ങനെയാണ് 70% ട്രാൻസ്പോർട്ട് നടക്കുന്നത്. 70% ട്രാൻസ്പോർട്ട് അങ്ങനെയാണ് നടക്കുന്നത്. ക്ലിയർ അല്ലേ? ഇവിടെ നമ്മളോട് സാധാരണ ചോദിക്കുക, ഈ റിയാക്ഷൻ ഉണ്ടല്ലോ, ഈ ഒരു റിവേഴ്സിബിൾ റിയാക്ഷൻ, അത് നടക്കാൻ ആ റിയാക്ഷനെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈം ഉണ്ട്. ആ എൻസൈമിന്റെ പേരാണ് നമ്മളോട് ചോദിക്കാറ്. ദാറ്റ് എൻസൈം ഈസ് കോൾഡ് കാർബോണിക് എൻഹൈഡ്രേസ്. CA എന്ന് ഞാൻ എഴുതുന്നുള്ളൂ, അതിന്റെ പേരാണ് കാർബോണിക് എൻഹൈഡ്രേസ്. കാർബോണിക് എൻഹൈഡ്രേസ് കേട്ടോ, കാർബോണിക് എൻഹൈഡ്രേസ്. ക്ലിയർ ആണോ കുട്ടികളെ? ദിസ് ഈസ് കോൾഡ് കാർബോണിക് എൻഹൈഡ്രേസ്. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് ട്രാൻസ്പോർട്ട് പഠിച്ചു. കണ്ടോ, നെയിം ദ എൻസൈം ദാറ്റ് ആക്സിലറേറ്റ് ഫോളോയിങ് റിയാക്ഷൻ. ഏതാ? കാർബോണിക് എൻഹൈഡ്രേസ്. നോക്ക്, ഈ പെർസെന്റേജ് ഒക്കെ ഇതേപോലെ ചോദിക്കാറുണ്ടോ? ലാസ്റ്റ് എക്സാമിന് ഈ പെർസെന്റേജ് ആ ചോദിച്ചത്. ഏതാണ്? കാർബോമിനും ഹീമോഗ്ലോബിൻ രൂപത്തിൽ 20 to 25. 70% ബൈകാർബണേറ്റ് അയോൺ രൂപത്തിൽ, 7% ഡിസോൾവ്ഡ് സ്റ്റേറ്റിൽ. മറ്റേതോ ഓക്സിജന്റെ കേസിലോ? ഓക്സിജന്റെ കേസിലോ വേഗം പറഞ്ഞേ. 97% ഓക്സി ഹീമോഗ്ലോബിൻ, 3% ഡിസോൾവ്ഡ് സ്റ്റേറ്റിൽ. വളരെ ഈസിയാണ് കേട്ടോ. ഓക്കെ, ഇതൊരു സിമ്പിൾ ചാപ്റ്റർ ആണ്. ഇനി നമുക്ക് പഠിക്കാം. 2 കാര്യം കൂടെ പഠിച്ച ഈ ചാപ്റ്റർ തീർന്നു. ഒന്നാമതാണ് റെഗുലേഷൻ ഓഫ് റെസ്പിറേഷൻ. നമ്മുടെ റെസ്പിറേഷനെ റെഗുലേറ്റ് ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ്? ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷെ നമ്മളോട് കേരള ബോർഡ് എക്സാമിന് ചോദിക്കുക, നമ്മുടെ തലച്ചോറിലെ റെസ്പിറേഷനെ റെഗുലേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കുക. നോക്കൂ, നമ്മുടെ തലച്ചോറിന് കുറേ ഭാഗങ്ങളുണ്ട്. അതിലെ ചില ഭാഗങ്ങളെ ഞാൻ പഠിപ്പിച്ചുതരാം. ബാക്കി നമുക്ക് ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ പഠിക്കുമ്പോൾ ബാക്കി ഭാഗങ്ങൾ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഗൈസ് ലുക്ക്, ഇതാട്ടോ നിങ്ങളുടെ സുഷുമ്നാ നാഡി. ഓക്കെ, സെറിബെല്ലം എന്ന് പറയുന്ന ഭാഗമാണിത്. നിങ്ങളുടെ തലച്ചോറിന്റെ 2 ഭാഗങ്ങളുടെ പേര് നിങ്ങൾ പഠിച്ചു. ഒന്ന് ഈ ഒരു പാർട്ട്, ഇവിടെ ഇങ്ങനെ പൊന്തി നിൽക്കുന്ന ഈ ഒരു ഭാഗമല്ലേ, ഈ ഒരു റീജിയൻ, ഈ ഒരു ഏരിയ, അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് പോൺസ്. എന്താ വിളിക്കുക? പോൺസ് കേട്ടോ. ദിസ് റീജിയൻ ഈസ് കോൾഡ് പോൺസ്. അതിന് തൊട്ട് താഴെയുള്ള ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗം, ദിസ് ഈസ് കോൾഡ് മെഡുല്ല ഒബ്ലോങ്ങേറ്റ. എന്താ വിളിക്കുക? മെഡുല്ല ഒബ്ലോങ്ങേറ്റ, അല്ലെങ്കിൽ സിംപ്ലി മെഡുല്ല. ക്ലിയർ അല്ലേ? നമ്മുടെ റെസ്പിറേഷന്റെ റെഗുലേഷന് സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഒരാളാണ് റെസ്പിറേറ്ററി റിഥം സെന്റർ. ഞാൻ അയാളെ RR എന്ന് കാണിച്ചിട്ടുണ്ട്. അയാൾ ലൊക്കേറ്റ് ആയുള്ള എവിടെയാണ്? മെഡുല്ലയിലാണ് കേട്ടോ. സോ ദ പ്രൈമറി റെസ്പോൺസിബിൾ സെന്റർ ഈസ്
റെസ്പിരേറ്ററി റിഥം സെൻറ്റർ. ഉറക്കെ പറഞ്ഞേ, റെസ്പിരേറ്ററി റിഥം സെൻറ്റർ. ഇവരാണ് നമ്മുടെ റെസ്പിരേറ്ററി മസിലുകൾ നിരന്തരമായി പ്രവർത്തിക്കാനുള്ള സിഗ്നൽ കൊടുക്കുന്നത്. സോ ഇറ്റ് ഈസ് ദ പ്രൈമറി റെഗുലേറ്ററി സെൻറ്റർ. ഇയാളാണ് എന്ത് കുട്ടികളെ? പ്രൈമറി റെഗുലേറ്ററി സെൻറ്റർ. സോ ഇറ്റ് ഈസ് ദ പ്രൈമറി റെഗുലേറ്ററി സെൻറ്റർ. നിരന്തരമായിട്ട് സിഗ്നൽ ഉണ്ടാക്കുന്ന ആൾ ഇയാളാണ് നമ്മുടെ മസിലുകളിലേക്ക്. അങ്ങനെയാണ് തൊറാക്സ് വലുതാകുന്നു, അപ്പോൾ ലങ് വലുതാകുന്നു, എയർ കയറുന്നു. തൊറാക്സ് ചെറുതാകുന്നു, ലങ് ചെറുതാകുന്നു, എയർ പുറത്തോട്ട് പോകുന്നു. ആ ഒരു പരിപാടി നിരന്തരമായിട്ട് നടക്കുന്നത് ഇയാൾ സിഗ്നലിന് കൊടുക്കുന്നതുകൊണ്ടാണ്. റെസ്പിരേറ്ററി റിഥം കണ്ടോ, റെസ്പിരേറ്ററി റിഥം മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾ. ക്ലിയർ അല്ലേ? ഇനി അടുത്തൊരാളാണ് കുട്ടികളെ, പോൺസ് എന്ന് പറയുന്ന ഭാഗത്തുള്ള ഒരാളാണ് ന്യൂമോടാക്സിക് സെന്റർ. എന്താണ്? ന്യൂമോടാക്സിക് സെന്റർ. ഇയാൾ പോൺസിലുള്ള ഒരാളാണ് ന്യൂമോടാക്സിക് സെന്റർ. ഓക്കെ, ന്യൂമോടാക്സിക് സെന്റർ. ന്യൂമോടാക്സിക് സെന്റർ. സോ ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ പോൺസ്. പോൺസിലാണ് ഇയാളുടെ ലൊക്കേഷൻ. ഇയാളുടെ ഫംഗ്ഷൻ എന്താണെന്നറിയോ? ലുക്ക്, ഇറ്റ് ഡിക്രീസ് ഡ്യൂറേഷൻ ഓഫ് ഇൻസ്പിരേഷൻ. ഇൻസ്പിരേഷന്റെ ഡ്യൂറേഷൻ കുറക്കുക എന്നുള്ളത് ഇയാളുടെ ഫംഗ്ഷൻ. അതായത് ഇൻസ്പിരേഷൻ വളരെ ചെറിയ സമയത്തേക്ക് നടത്തുക. അതെങ്ങനെയാ ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിക്കുക. ലുക്ക്, നമ്മൾ ഈ യോഗ ഒക്കെ ചെയ്യുമ്പോഴേ ഇങ്ങനെയല്ലേ ചെയ്യാം? നോക്ക്, കുറേ സമയത്തേക്ക് നിങ്ങൾ ഇൻസ്പയർ ചെയ്യുക. അതായത് ഇൻസ്പിരേഷന്റെ ഡ്യൂറേഷൻ കൂടി കുറേ സമയത്തേക്ക്. ഇനി നോക്ക്, ഇപ്പോഴോ എന്ത് സ്പീഡിലാണ് ഇൻസ്പയർ ചെയ്യുന്നത്? വളരെ കുറച്ച് സമയത്തേക്ക് ഇൻസ്പിരേഷൻ, കുറച്ച് സമയത്തേക്ക് ഇൻസ്പയർ ചെയ്യുന്നു, അപ്പൊ ഡ്യൂറേഷൻ കുറഞ്ഞു. ഇയാളുടെ പണി അതാ. ന്യൂമോടാക്സിക് സെന്റർ ഡ്യൂറേഷൻ കുറക്കും, മറ്റേ ഇതല്ല, ഡ്യൂറേഷൻ കുറക്കും. ഈ ഡിക്രീസ് ഡ്യൂറേഷൻ ഓഫ് ഇൻസ്പിരേഷൻ, നിങ്ങളുടെ ഇൻസ്പിരേഷന്റെ ഡ്യൂറേഷൻ കുറക്കാൻ സഹായിക്കുന്ന ആളാണ് ന്യൂമോടാക്സിക് സെന്റർ. അങ്ങനെ ഡ്യൂറേഷൻ കുറയുമ്പോൾ എന്താ ഉണ്ടാവുക എന്നറിയോ? ഇങ്ങനെ ബ്രീത്ത് ചെയ്യും, അതായത് ബ്രീത്തിങ്ങിന്റെ എണ്ണം കൂടും. സോ ഇറ്റ് ഇൻക്രീസ് റേറ്റ് ഓഫ് റെസ്പിരേഷൻ. ഇൻസ്പിരേഷന്റെ ഡ്യൂറേഷൻ കുറക്കും, അതുവഴി ആക്ച്വലി ഇറ്റ് ഇൻക്രീസ് ദ റേറ്റ്, ഒരുപാട് നമ്പർ ഓഫ് ബ്രീത്തിങ് കൂടും. ഇൻക്രീസ് റേറ്റ് ഓഫ് റെസ്പിരേഷൻ, റെസ്പിരേഷന്റെ റേറ്റ് കൂട്ടും. ഇത് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ യെല്ലോ കളറിൽ കാണിച്ച് മാത്രം പഠിച്ചാൽ മതി. ഇത് പഠിച്ചില്ലെങ്കിലും വലിയ കുഴപ്പമില്ല, ഇത് മനസ്സിലാവുന്നില്ലെങ്കിൽ ഇത് മാത്രം പഠിച്ചാൽ മതി. ഇനി അടുത്തൊരാളാണ് കുട്ടികളെ, കീമോ സെൻസിറ്റീവ് ഏരിയ. എന്താണ് കീമോ സെൻസിറ്റീവ് ഏരിയ? കീമോ സെൻസിറ്റീവ് ഏരിയ, കീമോ സെൻസിറ്റീവ് ഏരിയ. അത് എവിടെയാ ലൊക്കേറ്റ് ചെയ്തുള്ളത് നോക്കൂ കുട്ടികളെ? മെഡുല ഒബ്ലോങ്കേറ്റയിൽ തന്നെയാണ്, മെഡുലയിൽ തന്നെയാണ്. റെസ്പിരേറ്ററി റിഥം സെന്റർ തൊട്ടടുത്താണ് കീമോ സെൻസിറ്റീവ് ഏരിയ. ഇയാളുടെ പ്രത്യേകത, ഇറ്റ് ഈസ് സെൻസിറ്റീവ് ടു CO2 ആൻഡ് H+. നിങ്ങളുടെ ബ്രെയിനിൽ CO2ഉം H+ഉം കൂടുന്നതിനോട് ഇയാൾ സെൻസിറ്റീവാണ്. അപ്പോൾ CO2 എങ്ങാനും ബോഡിയിൽ കൂടിയ അപ്പം ഇയാൾ, അല്ലെങ്കിൽ ബ്രെയിനിൽ കൂടിയ അപ്പം RR സെൻറ്ററിലേക്ക് സിഗ്നലിനെ കൊടുക്കും. ഇവിടെ CO2 കൂടിയിട്ടുണ്ട്, അതുകൊണ്ട് ബ്രീത്തിങ്ങിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചേഞ്ച് വരുത്തി പെട്ടെന്ന് CO2നെ പുറന്തള്ളണം, അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം എന്നുള്ള സിഗ്നൽ ഇയാൾക്ക് കൊടുക്കും. അപ്പോൾ ഇത്ര പഠിച്ചാൽ മതി. കീമോ സെൻസിറ്റീവ് ഏരിയ, സെൻസിറ്റീവ് ടു CO2 ആൻഡ് H+. ഇയാളോ ഡിക്രീസ് ഡ്യൂറേഷൻ ഓഫ് ഇൻസ്പിരേഷൻ. ഇയാളാണ് മെയിൻ ആ ഒരു റെഗുലേറ്ററി സെന്റർ. ക്ലിയർലി? റെസ്പിരേറ്ററി റിഥം സെന്റർ. ക്ലിയർ ആണോ? വളരെ ഈസി. നോക്കൂ, 2 മാർക്ക് ചോദ്യമാണ്. നെയിം ഡിഫറെന്റ് റെസ്പിരേറ്ററി സെന്റേഴ്സ് സിറ്റുവേറ്റഡ് ഇൻ ദ ബ്രെയിൻ. ലുക്ക്, എക്സ്പ്ലെയിൻ ദെയർ റോൾ ഇൻ മോഡറേറ്റിംഗ് റിഥം. അവരുടെ റോൾ എന്താന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. വളരെ ഈസി അല്ലേ കുട്ടികളെ? വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ക്ലിയർ ആണല്ലോ? ഇനി അവസാനത്തെ ഭാഗത്തേക്ക് പോവുകയാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു ചാപ്റ്റർ നമ്മളൊരു 1 hour കൊണ്ട് കംപ്ലീറ്റ് തീർത്തിട്ടുണ്ട് അല്ലേ? സോ കൂടുതൽ ടോക്സിക് ആണോ CO2 ബോഡിക്ക്? റിയലി ടോക്സിക് ആണ്. CO2 കൂടിയാൽ നിങ്ങൾക്ക് അസിഡോസിസ് വരും കുട്ടികളെ, മെറ്റബോളിക് അസിഡോസിസ് വരും കേട്ടോ. നിങ്ങൾ മരിച്ചു വല്ലാതെ അസിഡോസിസ് ഒക്കെ വന്നാൽ. സോ ഗൈസ് ലുക്ക്, നൗ ഡിസോർഡേഴ്സ് ഓഫ് റെസ്പിറേഷൻ. CO2 ബോഡിയിൽ കൂടാൻ പാടില്ല. ഓക്കെ, വി കോൾ ഇറ്റ് ആസ് ഹൈപ്പർ കാപ്നിയ എന്ന് പറയും. സീൻ പ്രശ്നം. ഇനി ഡിസോർഡേഴ്സ്, 3 ഡിസോർഡേഴ്സ് പഠിക്കാണ്ട് 3 പഠിക്കണം. ഒന്നാമത്തതാണ് ആസ്മ. എന്താണ് കുട്ടികളെ? ആസ്മ. ആസ്മ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നമ്മുടെ ലങ്ങിന്റെ ഉള്ളിലുള്ള ചെറിയ കുഴലുകളാണ് ബ്രോങ്കസുകൾ. ആ ബ്രോങ്കസുകൾ, സപ്പോസ് ഇതൊരു ബ്രോങ്കസ് എന്നറിയപ്പെടുന്ന കുഴലാണെന്ന് വിചാരിക്കുക, ലങ്ങിന്റെ ഉള്ളിലുള്ള കുഴൽ. ആ കുഴലിൻ്റെ ഉള്ളിൽ ഏതാണ്ട് ഇത്രയും സ്പേസ് ഉണ്ട്, ഇത്രയും സ്പേസ് ഉണ്ട് എയറിന് പോകാൻ വേണ്ടിയിട്ട്. ക്ലിയർ അല്ലേ? എന്നാൽ ആ കുഴലിലുള്ള ഈ സ്പേസിലൂടെയാണ് എയർ പോകുന്നത്. പക്ഷെ ആ സ്പേസിൽ അവിടെ ഉള്ളിൽ വീക്കം വരിക. വീങ്ങ എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ ചേർത്ത് വരിക, അങ്ങനെ ചേർത്ത് വരിക, ഉള്ളിലേക്ക് ചേർക്കുക. പുറമേക്ക് വീങ്ങി തടിക്കുന്ന പോലെ ഉള്ളിലേക്ക് ഒന്ന് പുറത്തേക്ക് നിങ്ങൾ കണ്ടില്ലേ വീങ്ങി തടിക്കുന്നത്, അതുപോലെ ഉള്ളിലേക്ക് വീങ്ങി തടിച്ചാൽ എന്താ ഉണ്ടാവുക? ഉൾഭാഗത്തേക്ക് വീക്കം വരിക. കണ്ടോ?
ഇവിടൊക്കെ വീങ്ങി ഉള്ളിലേക്ക് തടിച്ചു വരിക. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൂടെ എയറിന് പോകാനുള്ള സ്പേസ് കുറയും അല്ലേ. അപ്പോൾ എയറിന് പോകാൻ സ്പേസ് കുറഞ്ഞാൽ അതിലൂടെ എയർ വലിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത്തരം ആളുകൾ ആഞ്ഞു വലിക്കൂല എയറിനെ. അങ്ങനെ എയറൊക്കെ എടുക്കുമ്പോൾ ഒരു ഭയങ്കര സൗണ്ടൊക്കെ വരും. ഈ ചെറിയ സ്പേസിലൂടെ എയർ സഞ്ചരിക്കുമ്പോൾ സൗണ്ട് ഉണ്ടാവും. ആ സൗണ്ടിനെയാണ് വീസിങ് എന്ന് പറയുക. എന്താണ് വീസിങ്? ഓക്കെ, വീസിങ് സൗണ്ട് എന്നൊന്നും പറയേണ്ട, വീസിങ്, സിംപ്ലി വീസിങ്. ക്ലിയർ ആണല്ലോ കുട്ടികളെ? ഓക്കെ, സോ ഗൈസ്, ഇറ്റ് ഈസ് ഇൻഫ്ലമേഷൻ ഓഫ് ബ്രോങ്കൈ ആൻഡ് ബ്രോങ്കിയോൾ. നിങ്ങളുടെ ലങ്ങിൻ്റെ ഉള്ളിലുള്ള ബ്രോങ്കസ്, ബ്രോങ്കിയോൾ പോലെയുള്ള കുഴലുകളിൽ ഇൻഫ്ലമേഷൻ വരിക, വീക്കം വരിക. അത് കാരണം ഇത് എക്സാക്ട് ഇങ്ങനെ ഒന്നുമല്ല കേട്ടോ. ഇപ്പോൾ ഞാനൊരു ഡോക്ടറാണ്, ഞാനിത് ഇങ്ങനെ പഠിപ്പിക്കുന്നത് എൻ്റെ നിസ്സഹായത കൊണ്ടാണ്. NCERT മണ്ടന്മാർക്ക് ബുദ്ധിയില്ല, ബോധവും ഇല്ല. സത്യം, ഇൻഫ്ലമേഷൻ ഓഫ് ബ്രോങ്കൈ ബ്രോങ്കിയോളിനെ ഞങ്ങൾ ബ്രോങ്കൈറ്റിസ് എന്നാണ് വിളിക്കല്. ഓക്കെ, ആസ്മ എന്ന് പറഞ്ഞാൽ വേറെ സാധനം. ബട്ട് ഐ ആം ഹെൽപ്ലെസ്. ഐ ആം ടീച്ചിങ് യു വാട്ട് എവർ ഒരു NCERT ഹാവ് ഗിവൺ. NCERTയിൽ എന്ത് മണ്ടത്തരാണോ പറഞ്ഞ് ആ മണ്ടത്തരം ഐ ആം ടീച്ചിങ് യു. ഓക്കെ, ഐ ആം ഹെൽപ്ലെസ്, റിയലി സോറി. അപ്പം നിങ്ങൾ ഇങ്ങനെ പഠിച്ചാൽ മതി. ഇൻഫ്ലമേഷൻ ഓഫ് ബ്രോങ്കൈ ആൻഡ് ബ്രോങ്കിയോൾ കോസിങ് ഡിഫിക്കൽട്ടി ഇൻ ബ്രീത്തിങ്. അത് കാരണം ബ്രീത്തിങ്ങിൽ ബുദ്ധിമുട്ടുണ്ടാവും. ആൻഡ് വീസിങ് ഉണ്ടാവും. ക്ലിയർ ആണല്ലോ കുട്ടികളെ? ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. സെറ്റ് അല്ലേ? പൊട്ട സാറിനോ? പോട്ടെ സാറാ. അങ്ങനെ ഞാൻ സാറും പൊട്ടനാണ്. ഞാൻ അത്ര പൊട്ടനൊന്നുമല്ല. സോ ഗൈസ്, NCERT ഉണ്ടാക്കിയ മണ്ടന്മാരെക്കാൾ ബുദ്ധിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഓക്കെ, കം. സോ ഇൻഫ്ലമേഷൻ ഓഫ് ബ്രോങ്കൈ ആൻഡ് ബ്രോങ്കിയോൾ കോസിങ് ഡിഫിക്കൽട്ടി ഇൻ ബ്രീത്തിങ് ആൻഡ് വീസിങ്. അടുത്തത് എംഫിസിമ. എംഫിസിമ എന്ന് പറഞ്ഞാൽ എന്താ പറയുക? ഇതൊരു ക്രോണിക് ഡിസീസാണ്. ക്രോണിക് എന്ന് പറഞ്ഞാൽ അങ്ങനെ പെട്ടെന്നൊന്നും മാറൂല. അതായത് നമുക്ക് പനി വന്നാൽ ഒരാഴ്ച കൊണ്ടൊക്കെ മാറൂലേ, അല്ലെങ്കിൽ 2 ആഴ്ച കൊണ്ട്. ഓക്കെ, അങ്ങനെയൊക്കെ മാറുന്ന രോഗങ്ങളെ നമ്മൾ അക്യൂട്ട് ഡിസീസ് എന്നൊക്കെ പറയാം. കാലാകാലമുള്ളതല്ല, പക്ഷെ കുറേ കാലം നീണ്ടു നിൽക്കുന്ന രോഗങ്ങളെയാണ് ക്രോണിക് ഡിസീസ് എന്ന് പറയുക. അപ്പോൾ ഇത് കുറേ കാലം നീണ്ടു നിൽക്കുന്ന ഒരു രോഗമാണ്. അത് മാത്രമല്ല, ഈ രോഗത്തിലെ പ്രശ്നം എന്താണെന്ന് അറിയോ? ആൽവിയോളസിൻ്റെ, നമ്മുടെ ലങ്ങിൻ്റെ ഉള്ളിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ആൽവിയോളസ് ഉണ്ടല്ലോ, ഇതിൻ്റെ വാൾസ് എല്ലാം ഡാമേജ് ആകും. ഇതിൻ്റെ വാളുകൾ ഡാമേജ് ആകും. ഇതിൻ്റെ വാള് ഡാമേജ് ആയുള്ള പ്രശ്നം എന്താ കുട്ടികളെ? ഗ്യാസ് എക്സ്ചേഞ്ച് ഉണ്ടല്ലോ, ബ്ലഡിലേക്ക് ഓക്സിജൻ അങ്ങോട്ടേക്കും കാർബൺ ഡൈ ഓക്സൈഡ് ഇങ്ങോട്ടൊക്കെ വരണമെങ്കിൽ ഈ ആൽവിയോളസിന്റെ വാള് വേണം. അത് ഡാമേജ് ആവും. അത് ഡാമേജ് ആയാൽ ഈ ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കാനുള്ള സർഫേസ്, ഇത് നടക്കണമെങ്കിൽ ഈ ഒരു സർഫസ് വേണ്ടേ, ആ സർഫസ് ഡിക്രീസ് ആകും, അതിൻ്റെ അളവ് കുറയും. സോ ഇറ്റ്സ് എ ക്രോണിക് ഡിസീസ് in which alveolar walls are damaged. Alveolus വാൾ ഡാമേജ് ആകും. That lead to decrease in respiratory surface. അതായത് ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കാനുള്ള സർഫസ് കുറയും. ആൻഡ് വൺ ഓഫ് ദ റീസൺ ഓഫ് എംഫിസിമ ഈ സിഗരറ്റ് സ്മോക്കിംഗ്. അതിൻ്റെ അർത്ഥം സിഗരറ്റ് വലിച്ചവർക്ക് മാത്രമേ വരുള്ളൂ എന്നൊന്നുമില്ല കേട്ടോ. ഇനി എംഫിസിമ വന്ന രോഗി നിങ്ങൾ കണ്ട ഇവനൊരു സിഗരറ്റ് വലിയൻ തന്നെ എന്നൊന്നും വിചാരിക്കണ്ട. സിഗരറ്റ് വലിച്ചില്ലല്ലോ ഇത് വരും. ഓക്കെ, കീപ്പ് ഇൻ മൈൻഡ്. പക്ഷേ സിഗരറ്റ് വലിച്ചാൽ വരാനുള്ള ചാൻസ് 10 മടങ്ങ് വർദ്ധിക്കും. ഓക്കെ, സോ വൺ ഓഫ് ദ റീസൺ ഈസ് സിഗരറ്റ് സ്മോക്കിംഗ്. ഇറ്റ്സ് നോട്ട് ബിക്കോസ് ഓഫ് സ്മോക്കിംഗ് ഓൾവേസ് കേട്ടോ. അതിലൊരു പ്രശ്നം നമ്മൾ അങ്ങനെയൊക്കെ പഠിച്ചു വെച്ചാലേ, ഇത് പലരും അങ്ങനെയൊക്കെ സ്കൂളിലൊക്കെ പഠിപ്പിച്ചിട്ട് യെസ് എംഫിസിമ വന്നൊരു പാവ രോഗിനെ കണ്ട എംഫിസിമ ഈസ് റിയലി ഡേഞ്ചറസ് മാൻ. ഭയങ്കര ബുദ്ധിമുട്ടാണ് എംഫിസിമ. ആ രോഗികൾക്ക് എണീറ്റ് അടക്കാൻ ഒന്നും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, സോ അങ്ങനത്തെ രോഗിനെ കാണാം തേണ്ടി സിഗരറ്റ് എല്ലാം വലിച്ചിട്ടല്ല ഇവനുണ്ടായത്, അനുഭവിക്കട്ടെ, അങ്ങനെ വിചാരിക്കരുത്. എല്ലാവരും സിഗരറ്റ് വലിച്ചിട്ടാവില്ല. ഓക്കെ, കീപ്പ് ഇൻ മൈൻഡ്. സോ ഇറ്റ്സ് എ ക്രോണിക് ഡിസീസ് ഇൻ വിച്ച് ആൽവിയോളാർ വാൾസ് ആർ ഡാമേജ്ഡ് and that lead to decrease in respiratory surface. One of the reason is cigarette smoking. Clear ആണല്ലോ? That's it. ഇനി അടുത്താണ് കുട്ടികളെ occupational respiratory disorders. NCERT ഓരോന്നും ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഈ കുട്ടികൾ തെറ്റിദ്ധരിക്കുകയാണ്. പിന്നെ എംഫിസിമ വന്ന ഏതോ പാവത്തിന് അയാൾ സിഗരറ്റ് ഒന്നും വലിച്ചിട്ടുണ്ടാവില്ല. നമ്മൾ വിചാരിക്കും ഇവന് അനുഭവിക്കട്ടെ, അവൻ വലിച്ചല്ലേ എന്നല്ലേ. അടുത്താണ് കുട്ടികളെ occupational respiratory diseases. നോക്കാം, അവസാനത്ത് വളരെ ഇമ്പോർട്ടൻ്റ്. ഒക്കുപേഷണൽ റെസ്പിറേറ്ററി ഡിസീസ്. എന്താ ഒക്കുപേഷൻ എന്ന് പറഞ്ഞാൽ? ജോലി. ഒക്കുപേഷൻ എന്ന് പറഞ്ഞാൽ ജോലിയാണ്. ജോലിയുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന റെസ്പിറേറ്ററി രോഗങ്ങളെയാണ് ഒക്കുപേഷണൽ റെസ്പിറേറ്ററി ഡിസോർഡേഴ്സ് എന്ന് പറയുക. ശ്രദ്ധിച്ചോ. ലുക്ക്, ദിസ് ഹാപ്പൻസ് ടു പേഴ്സൺസ് വർക്കിംഗ് ഇൻ ഡസ്റ്റി ഇൻഡസ്ട്രീസ്. എന്താ ഡസ്റ്റി ആയിട്ടുള്ള ധാരാളം പൊടിപടലങ്ങളുള്ള ഇൻഡസ്ട്രികളിൽ, വ്യവസായശാലകളിൽ വർക്ക് ചെയ്യുന്ന, ഡസ്റ്റി ഇൻഡസ്ട്രീസിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, അവരുടെ കേസിൽ ക്രോണിക് എക്സ്പോഷർ ടു ഡസ്റ്റ്. ക്രോണിക് എന്ന് പറഞ്ഞാൽ കുറേ കാലം, ഞാൻ പറഞ്ഞല്ലോ, ക്രോണിക് എക്സ്പോഷർ ടു ഡസ്റ്റ്. എക്സ്പോസ് ആവുക എന്ന് പറഞ്ഞാൽ അതുമായിട്ട് കോണ്ടാക്റ്റിൽ വരിക. ഡസ്റ്റുമായിട്ട് നിരന്തരമായിട്ട് കോണ്ടാക്റ്റിൽ വന്നാൽ ക്രോണിക് എക്സ്പോഷർ ടു ഡസ്റ്റ്. അവർ നിരന്തരമായിട്ട് ഈ ഡസ്റ്റിനെ എങ്ങനെ ശ്വസിച്ചാൽ അവരുടെ ലങ്ങിൻ്റെ ഉള്ളിൽ ഫൈബ്രോസിസ് എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാകും. ഫൈബ്രോസിസ് ഓഫ് ലങ്. ദാറ്റ് ലീഡ് ടു ഫൈബ്രോസിസ് ഓഫ് ലങ്. ഈ അവസ്ഥനെയാണ് നമ്മൾ എന്ത് പറയുക? ഒക്കുപേഷണൽ റെസ്പിറേറ്ററി ഡിസോർഡർ. ORD എന്നൊന്നും വിളിക്കരുത്, ഒക്കുപേഷണൽ റെസ്പിറേറ്ററി ഡിസോർഡർ. സോ പീപ്പിൾ വർക്കിംഗ് ഇൻ ഡസ്റ്റി ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ these are seen in
Occupational respiratory disorders are seen in persons working in dusty industries. It is due to chronic exposure to dust and that lead to fibrosis of lung. അത് കാരണം ലങ്ങിൽ ഫൈബ്രോസിസ് വരും. ഫൈബ്രോസിസ് എന്ന് പറഞ്ഞാൽ ഫൈബ്രസ് ടിഷ്യൂ എന്നറിയപ്പെടുന്ന പ്രത്യേക ടിഷ്യൂ ലങ്ങിനകത്ത് ഉണ്ടാവാൻ തുടങ്ങും. അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അത്തരം ആളുകൾക്ക് വലുതായി ശ്വസിക്കാനോ മറ്റോ ഒന്നും പറ്റില്ല. പാവങ്ങളെ ലങ് ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ടി വരും, ലങ് മാറ്റി വെക്കേണ്ടി വരും. നമ്മൾ ആകെ എപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടികളെ നിങ്ങൾ ഹാർട്ട് അറ്റാക്ക് വരിക, മരിച്ചു പോവുക, ഹാർട്ടിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം, ഹാർട്ടിനെ നമ്മൾ സംരക്ഷിക്കണം, നമ്മൾ ഹാർട്ടിനെ കുറിച്ചേ കേട്ടിട്ടുള്ളൂ. അല്ലെങ്കിൽ തലച്ചോറിൽ സ്ട്രോക്ക് വന്നാൽ മരിച്ചു പോകും, തലച്ചോറിനെ കുറിച്ചേ കേട്ടിട്ടുള്ളൂ. ക്യാൻസർ വന്ന പ്രശ്നം, ക്യാൻസറിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവുള്ളൂ. പക്ഷേ ഗൈസ്, ദിസ് ഈസ് സം ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡിസീസ്, ലങ് ഡിസീസ്. ഓക്കെ, നമ്മളെ നമ്മളെ എന്താ പറയുക, മലിനീകരണങ്ങളും മറ്റുമൊക്കെ കാരണം ഇപ്പം ഇതിൻ്റെ അളവ് ഭയങ്കരമായിട്ട് കൂടുകയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ചു, നിങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത, ഒരു ഓക്സിജൻ സിലിണ്ടർ ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്ക്. മുഴുവൻ സമയം ശരീരത്തിൽ ഓക്സിജൻ സിലിണ്ടർ മാത്രം ഘടിപ്പിച്ച് നമുക്ക് എണീക്കാൻ പറ്റുന്നത്, നടക്കാൻ പറ്റുന്നത്, നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നത്, എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ എന്തുകൊണ്ടാണ്? നമ്മുടെ ലങ് വർക്ക് ചെയ്യുന്നതുകൊണ്ടാ, ബ്ലഡിലേക്ക് ഓക്സിജൻ എത്തുന്നതുകൊണ്ടാ. ഇഫ് ദ ലങ് ഈസ് നോട്ട് വർക്കിംഗ്, എന്തൊരു അവസ്ഥ ആലോചിച്ച് നോക്ക്. അപ്പോൾ ഇത്തരം ഇൻഡസ്ട്രികളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഇത്തരത്തിൽ ഈ ഫൈബ്രോസ് വന്നാൽ ലങ് മാറ്റി വെക്കേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ദൈവം കാക്കട്ടെ അല്ലേ, നമുക്ക് ആർക്കും അങ്ങനെ ഇല്ലാതിരിക്കട്ടെ. ഓക്കെ സാർ, ഈ കുഴി ഒക്കെ കുഴിക്കുന്ന റേഡിയേഷൻ ഒക്കെ കാരണം ഉണ്ടാവോ? കുഴി കുഴിക്കുന്ന റേഡിയേഷനോ? റേഡിയേഷൻ വന്നിട്ടാണ് ഇവിടെ കുഴി കുഴിക്കൽ? എനിക്കറിയില്ല. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഏതായാലും നമ്മുടെ ഈ ചാപ്റ്റർ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ഞാൻ എന്തൊക്കെ PY ചോദിക്കാന്നൊക്കെ പറയുന്നത്. ലുക്ക്, ഡാഷ് ഈസ് എ ഡിഫിക്കൽട്ടി ഇൻ ബ്രീത്തിങ് കോസിങ് വീസിങ്. ഏതാ? ആസ്മ അല്ലെ. റെസ്പിറേറ്ററി ഡിസോർഡേഴ്സ് ആൽവിയോളർ വാൾസ് ആർ ഡാമേജ്ഡ്. ഏതാ? എംഫിസിമ. വെരി ഗുഡ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്.